കഴിഞ്ഞ ദിവസം നമ്മുടെ വിഷയമായിട്ട് പറഞ്ഞത് എന്തായിരുന്നു എന്ന് വല്ലവർക്കും ഓർമ്മയുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ വിഷയത്തിൻ്റെ വല്ല ഭാഗവും ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? കഴിഞ്ഞ ബുധനാഴ്ച എടുത്തത് വ്യാഴാഴ്ചയും ഇന്നലെയും ഉണ്ടായിട്ടില്ല. നമ്മൾ ഹംദും ശുക്റും അല്ല, അതിന് ശേഷം നമ്മൾ പറഞ്ഞല്ലോ. ഹംദും ശുക്റും അല്ല, അതിന് ശേഷം നമ്മൾ പറഞ്ഞു എന്താ അഖ്ലിയായ ഹുക്മ്, 3 തരത്തിലുള്ള വിധികൾ, ബുദ്ധിപരമായിരിക്കുന്ന വിധികൾ, വാജിബ്, മുസ്തഹീല്, ജായിസ്. ഓർക്കുന്നുണ്ടോ? എന്താണ് വാജിബ് എന്ന് പറഞ്ഞാൽ എന്നും അതുപോലെ തന്നെ മുസ്തഹീൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നും ജായിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു മുക്കല്ലഫായ മനുഷ്യന് അള്ളാഹുവിന് 20 സിഫത്ത് നിർബന്ധമാണെന്ന് പഠിക്കൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞാൽ ഈ 2 നിർബന്ധവും ഒരേ അർത്ഥത്തിലാണോ അല്ലെങ്കിൽ 2 അർത്ഥത്തിലാണോ? ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച ഒരു കാര്യം. മറന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല, പഠിക്കൽ നിർബന്ധമായ കാര്യമാണ്. ഒരു മുക്കല്ലഫായ മനുഷ്യൻ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് 20 സിഫത്ത് ഉണ്ട് എന്ന് അറിയൽ നിർബന്ധമാണ്. 20 സിഫത്ത് അള്ളാഹുവിന് നിർബന്ധമാണെന്ന് അറിയൽ നിർബന്ധമാണെന്ന് പറയും. 2 നിർബന്ധവും ഒരുപോലെയാണോ അല്ലെങ്കിൽ വ്യത്യാസമുണ്ടോ? അതൊന്നുകൂടിയും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് 20 സിഫത്തുകൾ, 20 ഗുണം ഉണ്ടെന്ന് വിശ്വസിക്കൽ, അള്ളാഹു തആലക്ക് 20 ഗുണം നിർബന്ധമാണെന്ന് വിശ്വസിക്കൽ ഒരു മുസ്ലിം ആ മനുഷ്യന് നിർബന്ധമാണ്. ഇതിപ്പോൾ 2 നിർബന്ധം ഞാൻ ഉപയോഗിച്ച്, ഇതിൽ 2 നിർബന്ധം എന്നുള്ളത് ഞാൻ ഉപയോഗിച്ച്. ഈ 2 നിർബന്ധം ഒരർത്ഥത്തിനാണോ അല്ലെങ്കിൽ 2 അർത്ഥത്തിനാണോ? അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആകെ മനസ്സിലായില്ലേ? അള്ളാഹു തആലക്ക് 20 സിഫത്ത് നിർബന്ധമാണെന്ന് വിശ്വസിക്കൽ ഒരു മുസ്ലിം ആ മനുഷ്യന് നിർബന്ധമാണ്. ഈ 2 നിർബന്ധം ഒരർത്ഥത്തിനാണോ അല്ലെങ്കിൽ 2 അർത്ഥത്തിനാണോ? 2 ഒന്നാണ്. അതെ, ഒരു മറുപടിയാണ്. 2 ഒന്നാണെന്നുള്ളത് ശരിയാണോ അല്ലേ? നമുക്ക് പറയാം 2 രീതിയാണ്. 2 നിർബന്ധത്തിന്റെ 2 അർത്ഥമാണ്. എന്നാൽ ഇനി പഠിച്ചത് ഇനി മറക്കരുത്. ഇനി ഞാൻ ചോദിക്കും എപ്പോഴെങ്കിലുമൊക്കെ, അപ്പോൾ മറക്കരുത്. ഈ 2 നിർബന്ധവും 2 അർത്ഥത്തിലാണ്, 2ഉം ഒന്നല്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന്റെ രത്ന ചുരുക്കം അതായിരുന്നു. അള്ളാഹു തആലക്ക് 20 സിഫത്ത് നിർബന്ധമാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബുദ്ധിപരമായ നിർബന്ധമാണത്. ബുദ്ധിപരമായ നിർബന്ധമാണ്. ബുദ്ധിപരമായ നിർബന്ധം എന്ന് വെച്ചാൽ ബുദ്ധി അതില്ല എന്ന് ബുദ്ധിക്ക് രൂപപ്പെടുത്താൻ സാധ്യമല്ല. അത് ബുദ്ധിക്ക് അതില്ലാതിരിക്കാൻ രൂപപ്പെടുത്താൻ സാധ്യമല്ല. അതുണ്ടായേ ബുദ്ധി അംഗീകരിക്കുള്ളൂ, ഉണ്ടായേ തീരൂ. നിർബന്ധമാണത്. ബുദ്ധിയിൽ നിർബന്ധം എന്നർത്ഥം. അതില്ലാതിരിക്കാൻ പാടില്ല. അതാണ് അള്ളാഹു തആലക്ക് 20 സിഫത്ത് ഉണ്ടാവണം എന്നുള്ളത് നമ്മുടെ ബുദ്ധി തന്നെയാണ് സമർത്ഥിക്കുന്നത്. എന്നാൽ ഇങ്ങനെയുള്ള 20 സിഫത്ത് അള്ളാഹു നിർബന്ധമാണ് എന്നുള്ളത് ഒരു മുക്കല്ലഫായ മനുഷ്യന് പഠിക്കൽ നിർബന്ധമാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? പഠിക്കൽ നിർബന്ധം പറഞ്ഞാൽ എല്ലാവരും പഠിക്കാൻ, ബുദ്ധി എന്തായാലും പഠിക്കാതിരിക്കാൻ ബുദ്ധി അനുവദിക്കൂല എന്നാണോ? അതല്ല. എത്ര ആൾക്കാർ പഠിക്കാത്ത ആളുകളുണ്ട് ഇവിടെ? നമ്മളിൽ എത്ര ആൾക്കാരുണ്ട്? നമ്മളിൽ എത്ര ആൾക്കാർ 20 സിഫത്ത് പരിപൂർണ്ണമായിട്ട് അറിയാത്ത ആളുകളുണ്ട്? അപ്പോൾ അതല്ല അതിന്റെ അർത്ഥം. ഒരു മുസ്ലിം ആ മനുഷ്യന് നിർബന്ധമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അവന് ഇത് പഠിച്ചിരുന്നാൽ പരലോകത്ത് അവർക്ക് പ്രതിഫലം ലഭിക്കുമെന്നും പഠിക്കാതിരുന്നാൽ അവർക്ക് ശിക്ഷ ലഭിക്കുമെന്നും എന്നുള്ള അർത്ഥത്തിനാണ് ഇവിടെ നിർബന്ധം എന്ന് പറയും. നിസ്കാരം നിർബന്ധമാണെന്ന് പറയുമ്പോഴാണ് പറഞ്ഞത്. നിസ്കാരം നിർബന്ധമാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? 2 അർത്ഥമുണ്ട് അതിന് 2 അർത്ഥമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട്, അതാ ഇന്നത്തെ വിഷയത്തിൽ വരുത്, അള്ളാഹു തആല നമ്മോട് ഒരു കാര്യം നിർബന്ധമായും ചെയ്തിരിക്കണം എന്ന് യാതൊരു അളവുമില്ലാതെ വിട്ടുവീഴ്ചയുമില്ലാതെ നിർബന്ധമായ ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിന് വുജൂബ് എന്ന് പറയും. അതിന് അർത്ഥത്തിൽ വുജൂബ് എന്ന് പറയും. അതിന് മറ്റൊരർത്ഥാണ് ചെയ്താൽ പ്രതിഫലമുള്ളത്, ചെയ്തിട്ടില്ലെങ്കിൽ ശിക്ഷയുള്ളത് എന്ന്. അപ്പോൾ 2 അർത്ഥമുണ്ട്. മനസ്സിലായില്ലേ? 2 അർത്ഥമുണ്ട് വുജൂബിന്. അതാ പറഞ്ഞത്. ഒരു മുസ്ലിം ആ മനുഷ്യൻ അള്ളാഹുവിന് 20 സിഫത്തുണ്ടെന്ന് വിശ്വസിക്കാൻ നിർബന്ധമാണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവൻ ആ 20 സിഫത്ത് പഠിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് അവർക്ക് ശിക്ഷ ഉണ്ടാകും, പഠിച്ചാൽ അവർക്ക് പ്രതിഫലം ലഭിക്കും എന്നാണ് ഈ പറഞ്ഞതിന് അർത്ഥം. അള്ളാഹുവിന് 20 സിഫത്ത് ഉണ്ടാവുന്ന നിർബന്ധം എന്ന് പറയുന്നതിന് അർത്ഥം ബുദ്ധിപരമായിട്ട് അത് ഇല്ലാതിരിക്കാൻ പാടില്ലാത്തതാണ് എന്ന്. മനസ്സിലായ വ്യത്യാസം? അള്ളാഹുവിന് നിർബന്ധം എന്ന് പറയുന്നതിന് അർത്ഥം അത് ഇല്ലാതിരിക്കാൻ പാടില്ലാത്തത് അതാ എന്നാണ്. ഒരു മുസ്ലിം മനുഷ്യനെ അത് പഠിക്കാൻ നിർബന്ധമാണെന്ന് പറഞ്ഞാലോ അതിന്റെ അർത്ഥം പ്രതിഫലം, നാളെ പരലോകത്ത് പ്രതിഫലം അർഹനാണ് അവന് അത് വിശ്വസിച്ചാൽ അവർക്ക് പ്രതിഫലമുണ്ട്, വിശ്വസിച്ചില്ലെങ്കിൽ അവർക്ക് ശിക്ഷയുണ്ട്. അതാണ് കഴിഞ്ഞ ക്ലാസ്സിലെ പറഞ്ഞതിന്റെ രത്ന ചുരുക്കം. മനസ്സിലായില്ലേ? ഇന്നും അത് തന്നെ മുസന്നിഫ് പറയുന്നത്. അത് മതനായിരുന്നു പറഞ്ഞിരുന്നത്. ഇന്ന് നമ്മൾ അതിന്റെ വിശദീകരണത്തിലേക്ക് ഷറഹിലേക്ക് പോവുകയാണ്. അതായത് നമുക്ക് നിർബന്ധം. അപ്പോൾ അള്ളാഹു തആലക്ക് 20 സിഫത്ത് ഉണ്ട് എന്നുള്ളത് അത് നമ്മുടെ ഒരു വിശ്വാസമാണ്. അള്ളാഹുവിന് 20 കാര്യം പാടില്ലാത്തതുണ്ട്, അത് നമ്മുടെ ഒരു വിശ്വാസമാണ്. തീർച്ചയായിട്ടും ശിക്ഷയുണ്ട്. അറിഞ്ഞിട്ടില്ലെങ്കിൽ ശിക്ഷയുണ്ട്. അതല്ല നമ്മൾ ആവർത്തിച്ച് നമ്മളിത് എടുക്കുന്നത്. ആവർത്തിച്ചെടുക്കുന്ന നിർബന്ധം. അള്ളാഹു തആലക്ക് 20 സിഫത്ത് ഉണ്ട് എന്ന് അത് പഠിച്ചിട്ടില്ലെങ്കിൽ ഒരാൾക്ക് അത് ശിക്ഷയുണ്ടെന്ന് യാതൊരു സംശയമില്ല. എന്നാൽ അറിഞ്ഞിരുന്നാലോ പ്രതിഫലമുണ്ട്. അതിനായി നിർബന്ധം. യജിബു അലൽ മുക്കല്ലഫി എന്ന് പറയുന്നത് എല്ലാ നമ്മുടെ അഖീദന്റെ എല്ലാ ഉലമാവും വിശ്വസിച്ചാൽ പോരാന്ന് പറഞ്ഞാൽ വിശ്വസിച്ചാൽ പോരാ, വിശ്വസിക്കണം. വിശ്വസിച്ചനുസരിച്ച് പ്രവർത്തനം വേണം. വേറെ കാര്യം അത് വിശ്വാസം തന്നെ വേണ്ടേ? വിശ്വസിക്കണമെങ്കിൽ അറിയണല്ലോ. അപ്പോൾ ഒരു മുക്കല്ലഫായ മനുഷ്യന് അള്ളാഹു തആലക്ക് 20 സിഫത്ത് ഉണ്ട് എന്ന് അറിയാൻ നിർബന്ധമാണ്. എന്ന് പറഞ്ഞാൽ അത് പഠിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു തആലയുടെ ഭാഗത്ത് നിന്ന് ശിക്ഷ അവനക്ക് ഉണ്ടായിത്തീരും. അള്ളാഹു നമ്മളൊക്കെ കാക്കട്ടെ. മനസ്സിലായില്ലേ? പല ആളുകളും അങ്ങനെ, കാരണം നമുക്ക് ഈ 20 സിഫത്തുകളെ കുറിച്ച് നമ്മൾ ശരിയാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ടില്ല. നമ്മൾ പല ശിർക്കിൽ തന്നെ അകപ്പെട്ടു പോകും. ശിക്ഷണ്ടാവുന്ന ഉറപ്പല്ലേ? ശിർക്കിൽ അകപ്പെട്ടു പോകുന്നതുണ്ട്. ശിർക്കിൽ അകപ്പെട്ടു പോകുന്നത് അൽകഹഫ് സൂറത്ത് എടുത്ത് നോക്കി നിങ്ങൾ. എന്താ അതിൽ 2 മനുഷ്യന്മാരുടെ ചരിത്രം പറയുന്നുണ്ട്. ഒരു നല്ല മനുഷ്യന്റെ ഒരു ചീത്ത മനുഷ്യന്റെയും ചരിത്രം പറയുന്നുണ്ട്. അതിലൊരു മനുഷ്യന് ഒരുപാട് സന്താനങ്ങളും ആളും പ്രതാപവും
സമ്പത്തും ഒക്കെ ഉണ്ടായി, നല്ല തോട്ടങ്ങളും അതിൻ്റെ നല്ല ശബരിമയാർന്ന നല്ല സൗന്ദര്യമാർന്ന നല്ല 2 പൂന്തോപ്പുകളൊക്കെ ഉണ്ടായി. അയാൾ അതിൽ അഹങ്കരിച്ചു. എന്താ പറഞ്ഞത്? അയാൾ അഹങ്കരിച്ചത് എന്താ? ഇതൊക്കെ എന്താ എൻ്റെ കഴിവ് കൊണ്ട് എനിക്ക് ലഭിച്ചതാകുന്നു, എൻ്റെ കഴിവ് കൊണ്ട് ലഭിച്ചതാകുന്നു എന്നുള്ള ഒരു അഹങ്കാരമായിരുന്നു അയാൾക്ക്. അങ്ങനെ അഹങ്കരിച്ച് ഈ സത്യവിശ്വാസിയ മനുഷ്യനെതിരെ അയാൾ ഇങ്ങനെ അഹങ്കരിച്ച് അവസാനം എന്താ? അല്ലാഹു തആല ഫാസ്ബഹ ഹശീമൻ തദ്റുഹരിയ അല്ല പിന്നെ വദഖല ജന്നത്തു വഹുവ ളാലിമുൻ നഫ്സി ഖാല മാ അദുന്നു അൻ തബീദ ഹാദിഹി അബദ. ഈ തോട്ടം ഒരിക്കലും നശിച്ചു പോകുന്നു ഞാൻ കരുതുന്നില്ല. അങ്ങനെ നശിച്ചാൽ തന്നെ വലിയ റുദു ഇലാ റബ്ബി, ഞാൻ മരിച്ചു പോയി പരലോകത്തൊന്നും വിശ്വാസമാക്കില്ല. ഞാൻ മരിച്ചു പോയാൽ തന്നെ അള്ളാഹുവിലേക്ക്, നീ പറയുന്നത് പോലെ ഞാൻ അള്ളാഹുവിലേക്ക് എന്നെ മടക്കപ്പെട്ടാൽ തന്നെ വലിയ റുദു ഇലാ റബ്ബി അജ്ദൻ ഖൈറൻ മിൻഹാ മുൻകലബ, ഇതിനേക്കാൾ മെച്ചപ്പെട്ടത് എനിക്ക് അവിടെ കിട്ടും. അപ്പോൾ അതെന്താണ്? ഇവന്റെ സ്വന്തം ദാത്തിലേക്ക്, സ്വന്തം ശരീരത്തിലേക്കാണ് അവന്റെ എന്ത് നന്മയും അവൻ മടക്കിയത് അല്ലേ? ഇവൻ പരലോകത്തേക്ക് ചെന്നാൽ പോലും അവിടെ എനിക്ക് കിട്ടും. കാരണം അതുകൊണ്ട് ഇവന്റെ സ്വന്തമായ നിലയ്ക്ക് ഇവന് ചില ഗുണങ്ങളൊക്കെ അവൻ കാണുന്നുണ്ട്. ഇവന്റെ സ്വന്തമായ ഗുണങ്ങൾ അവൻ കണ്ടു. ഈ കഴിവുകളും ഗുണങ്ങളും എല്ലാം തന്നെ അള്ളാഹു നൽകിയതാണ് എന്നുള്ള വിശ്വാസം അവർക്ക് നഷ്ടപ്പെട്ട് നമ്മളെന്താ പറയുന്നത്? സൃഷ്ടി എന്ന് പറഞ്ഞാൽ അവനും അവന്റെ എല്ലാ കഴിവുകളും നമ്മുടെ അഖീദയുടെ ഭാഗമല്ലേ? നമ്മുടെ അഖീദയുടെ ഭാഗമാണ് സൃഷ്ടിയും അവന്റെ എല്ലാ കഴിവുകളും അവന്റെ എല്ലാ പ്രവർത്തനങ്ങളും ആരാണ് സൃഷ്ടിക്കുന്നത്? അള്ളാഹുവാണ് സൃഷ്ടിക്കുന്നത്. മനുഷ്യൻ അതിന്റെ ഉപഭോക്താവ് മാത്രമാണ്. മനുഷ്യൻ തന്നെ അതിൽ നിന്ന് ഫലമെടുക്കുന്നവൻ മാത്രമാണ്. എല്ലാത്തിന്റെയും ഖാലിഖ് അല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ, അല്ലാഹു നിങ്ങളെയും നിങ്ങൾ പ്രവർത്തിക്കുന്ന സർവ്വസത്തിനെയും അല്ലാഹുവാണ് സൃഷ്ടിച്ചത് എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ ഇവനുള്ള കഴിവുകളും ഇവന്റെ സ്വഭാവങ്ങളും ഇവന്റെ വൈദഗ്ധ്യവും ഇവന്റെ അതുപോലെ ഇവന്റെ കലാപരമായിരിക്കുന്ന കഴിവുകളും എന്തെല്ലാം കഴിവുകളുണ്ടോ ഒരു മനുഷ്യൻ, അതെല്ലാം തന്നെ ആരാ സൃഷ്ടിച്ചതെന്ന് ഒരു മനുഷ്യൻ വിശ്വസിക്കേണ്ടത്? അല്ലാഹുവാണ് അത് സൃഷ്ടിച്ചത്, അല്ലാഹുവാണ് എനിക്ക് അതിനെ സൗകര്യപ്പെടുത്തി തന്നത്, ഞാനതിന്റെ ഒരു ഉപഭോക്താവ് മാത്രമാണെന്ന ഈ വിശ്വാസം അവർ ഈ അൽ കഹ്ഫിൽ പറഞ്ഞ ഈ വ്യക്തി നഷ്ടപ്പെട്ടു പോയി. അവസാനം എന്താ പറയുക? യാലൈതനീലം എന്താണ്? അള്ളാഹു ഞാൻ ശിർക്ക് വെക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേ. അള്ളാഹു തആല ആ മനുഷ്യന്റെ അയാളുടെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗം അയാൾ അഭിമാനിച്ചുകൊണ്ടിരുന്ന ഈ തോട്ടം അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞ് അയാൾ കൈമലർത്തി. ഫാസ്ബഹ യുഖല്ലിബു കഫൈഹി അലാ മാ അൻഫഖ ഫിഹാ വഹിയ ഖാവിയത്തുൻ അലാ ഉറൂഷിഹാ എന്നല്ലോ. ആ തോട്ടം തകർന്നടിഞ്ഞു വീണ് യാലിത്തനി ലം ഉശ്രിക് ബിറബ്ബി അഹദ, ഞാൻ എൻ്റെ റബ്ബിനെ കൊണ്ട് ഒരുവനെ ഞാൻ പങ്കു ചേർത്തിരുന്നില്ലെങ്കിൽ. എന്താ പറഞ്ഞത്? ഇവനെന്താ പങ്കു ചേർത്തത്? പങ്കു ചേർത്താ ഇവന്റെ കഴിവ് അത് എൻ്റെ കഴിവ് കൊണ്ട് കിട്ടിയതാണ് എന്നുള്ള ഒരു അഹങ്കാരമായിരുന്നു. അപ്പോൾ ഈ വിശ്വാസം ഇയാളെ മനസ്സിലേക്ക് കടക്കാൻ കാരണം അഖീദ അയാൾ പഠിക്കാത്തതുകൊണ്ടാണ് ആ ശിർക്കിന്റെ വിശ്വാസം കടന്നത്. എന്ത് കഴിവുകളും എന്ത് പ്രതാപങ്ങളും എന്തെല്ലാം പിന്നെ നമ്മിൽ വിളിച്ചിരിക്കുന്ന വൈദഗ്ധ്യങ്ങളുണ്ടോ, കലാപരമായ എന്തെല്ലാം വിഷയങ്ങളുണ്ടോ, അതല്ലാത്തതുമായിരിക്കുന്ന സർവ്വസ്വത്തിന്റെ ഖാലിഖ് അല്ലാഹു ആകുന്നു എന്നുള്ള അഖീദ പഠിക്കാത്തതിന്റെ പേരിൽ അയാൾ ശിർക്കിലകപ്പെട്ട്. അപ്പോൾ ഇവിടെ പറയാൻ പോകുന്ന അല്ലാഹുവിന്റെ സിഫത്തുകളിൽ അത് ശരിയായ നിലക്ക് നാം പഠിച്ചു കഴിഞ്ഞാൽ നാം ശിർക്കിലകപ്പെടാതെ വരും, വിദഅത്തിലകപ്പെടാതെ വരും. വിദഅത്തിലകപ്പെടുന്നത് എങ്ങനെയാണ്? ഈ അഖീദ പഠിക്കാതെ വിദഅത്തിലകപ്പെടും. വമയ്യഖുൽ ബിൽ ഖുവത്തിൽ മുദാഅതി ഫദാക ബിദഅയ്യിൻ ഫലാ തൽതഫിതി. ഞാൻ വിഷയം മാറി പോവുകയല്ല. അപ്പോൾ ഇത് പഠിക്കാൻ നിർബന്ധമാണോ, ശിക്ഷ കിട്ടുമോ എന്നുള്ള ചില ആളുകളുടെ സംശയം ദൂരീകരിക്കാണ്ട് പറയാം. ഈ അഖീദ പഠിച്ചിട്ടില്ലെങ്കിൽ ശിർക്കിൽ വരെ അകപ്പെടാൻ സാധ്യതയുണ്ട്. വിദഅത്തിൽ അകപ്പെടുന്നത് എങ്ങനെയാണ്? വമയ്യഖുൽ ബിൽ ഖുവത്തിൽ മുദാഅതി ഫദാക ബിദഅയ്യിൻ ഫലാ തൽതഫിതി. ഖുവത്തുൽ മുദാ കൊണ്ട് ഓരോ വസ്തുവിനും അല്ലാഹു തആല ആ വസ്തുവിൽ ഓരോ കഴിവ് നിക്ഷേപിച്ചിരിക്കുകയാണ് എന്ന് വിശ്വസിക്കുന്നവൻ ബിദഅയ്യാകുന്നു. ഫലാ തൽതഫിതി, അവനെ കൊണ്ട് തിരിഞ്ഞു നോക്കേണ്ടതില്ല, അവനെ കൊണ്ട് നോക്കരുത്. അതായത് ഓരോ വസ്തുവിലുള്ള കഴിവുകൾ അല്ലാഹു തആല മുൻകൂട്ടി അത് നിക്ഷേപിച്ചിരിക്കുകയാണെന്ന് പ്രചരിപ്പിക്കുന്ന ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട്, എൻ്റെ നിങ്ങളുടെ മുമ്പിലുണ്ട്, അല്ലെ നമ്മുടെ ഇരു ഭാഗങ്ങളിലായിട്ടുണ്ട്. ഇത് ഓരോ വസ്തുവിനുള്ള കഴിവുകളൊക്കെ അതിൽ അല്ലാഹു നിക്ഷേപിച്ചിരിക്കുകയാണെന്ന് ഇല്ലേ? കത്തിക്ക് മുറിക്കാനുള്ള കഴിവ് അല്ലാഹു തആല കത്തിക്ക് കൊടുത്തിരിക്കുന്നു. ഭക്ഷണത്തിന് വിശപ്പ് മാറ്റാനുള്ള കഴിവ് അല്ലാഹു തആല അതിൽ മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. വെള്ളം കുടിച്ചാൽ വെള്ളത്തിന് ദാഹം മാറ്റാനുള്ള കഴിവ് അല്ലാഹു തആല അതിൽ കൊടുത്തിരിക്കുന്നു എന്നാ വിശ്വസിക്കുന്നു പല ആളുകളും. അതെന്ത് വിശ്വാസം എന്നാ പറയുന്നത്? അതാ വമയ്യഖുൽ ബിൽ ഖുവത്തിൽ മുദാഅതി ഫദാക ബിദഅയ്യിൻ, അങ്ങനെ വിശ്വസിക്കുന്നവൻ ബിദഅയ്യാൻ, പുത്തൻ പ്രസ്ഥാനക്കാരൻ, ബിദഅത്ത് വിശ്വസിക്കുന്നവരാൻ. ഫലാ തൽതഫിതി, അത്തരം നിരർത്ഥവാദങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കരുതേ. അപ്പോൾ നമ്മുടെ അഖീദ ശരിയായ നിലയ്ക്ക് നാം ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് പല അബദ്ധങ്ങളും വരും, ശിർക്ക് വരേക്കും സംഭവിക്കും, യാതൊരു സംശയമില്ല. അതൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ്സുകളുടെ പരാമർശത്തിൽ വരും. അപ്പോൾ പഠിക്കാൻ നിർബന്ധമാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പഠിച്ചാൽ കൂലിയുള്ളതും പഠിച്ചിട്ടില്ലെങ്കിൽ ശിക്ഷയുള്ളതുമാണ്, അതാ പറഞ്ഞത്. അപ്പോൾ അത് അതിൻ്റെ അർഹിക്കുന്ന ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് അപ്പോൾ നമ്മൾ എന്താണ്? അല്ലാഹു തആലാക്ക് ഖുദ്റത്തുണ്ട്, അല്ലാഹു തആലാക്കാണ് പരിപൂർണ്ണമായ ഖുദ്റത്ത്. വഅന്നൽ ഖുവ്വത ലില്ലാഹി ജമീഅ, സർവ്വ കഴിവുകളും അല്ലാഹുവിന് മാത്രമാകുന്നു എന്നുള്ള വിശ്വാസം ഒരു മുസ്ലിമിന്റെ വിശ്വാസമാണ്. അവൻ അങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്, മുസ്ലിം വിശ്വസിക്കേണ്ട വിശ്വാസമാണ്. വഅന്നൽ ഖുവ്വത ലില്ലാഹി ജമീഅ, എല്ലാ കഴിവുകളും എന്താകുന്നു? അല്ലാഹുവിന് മാത്രം നിക്ഷിപ്തമാണ്. നമുക്കൊരു കഴിവില്ല. ഞാൻ ഇവിടെ പരാമർശിച്ച വ്യക്തിയുടെ പ്രശ്നം എന്താ? അയാൾക്ക് സ്വന്തമായ നിലക്ക് കഴിവുണ്ട് എന്ന് വിശ്വസിച്ചു പോയി. മനസ്സിലായില്ലേ? ദാഹം മാറ്റാൻ വെള്ളം കാരണമാണെങ്കിൽ അതിനുള്ള അല്ലാഹു കഴിവ് കൊടുത്തു എന്ന് വിശ്വസിക്കണമോ? ദാഹം മാറ്റാൻ വെള്ളം കാരണമാണെങ്കിൽ അതിന് അല്ലാഹു കഴിവ് കൊടുത്തു എന്ന് വിശ്വസിക്കാമോ? ഇല്ലല്ല, അല്ലാഹു അതിനൊരു കഴിവ് കൊടുത്തിട്ടില്ല. വെള്ളം കുടിക്കുമ്പോൾ ദാഹം നമുക്ക് അല്ലാഹു തആല മാറ്റി തരികയാണ്. ഞാനത് അതിലേക്ക് ഇറങ്ങിയത് അത് പറഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും, അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് വിശദീകരിക്കാറുണ്ട്. വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ദാഹം ആ സമയത്ത് അല്ലാഹു തആല മാറ്റുകയാണ്. ഈ വെള്ളത്തിന് ദാഹം മാറ്റാനുള്ള കഴിവ് അല്ലാഹു കൊടുത്തിട്ടില്ല. പക്ഷേ അല്ലാഹു ഒരു കാരണമായിട്ട് സാധാരണഗതിയിൽ വെള്ളം കുടിക്കുമ്പോൾ ദാഹം മാറുക എന്നുള്ളത് അത് ഒന്നിച്ച് വരാറുണ്ട്. അത് ഒന്നിച്ച് വരാറുണ്ട്. അതിന് സബബ് ആദി എന്ന് പറയാം. ഏത് വസ്തുക്കളും അങ്ങനെ തന്നെ. കത്തിയെടുത്ത് മുറിക്കുമ്പോഴാട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോഴോ വെള്ളം കുടിക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് പ്രവർത്തനങ്ങളുടെയും എല്ലാ പ്രവർത്തനങ്ങളുടെയും അതിൽ ഉണ്ടാകുന്ന ഫലങ്ങളൊക്കെ അതൊക്കെ അല്ലാഹു തആല ആ സമയത്ത് വെള്ളം കുടിക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദാഹം മാറ്റുകയാണ്. അല്ലാതെ ഈ വെള്ളം കുടിച്ചിട്ടാണ് ആ വെള്ളത്തിൽ ഒരു എന്ത് നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്, ആ ദാഹം മാറാനുള്ളതായിരിക്കുന്ന കഴിവ് അല്ലാഹു തആല അത് നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിച്ചാൽ അത് വിദഅത്തിന്റെ വിശ്വാസമാണ്. ഒരു വേള അത് കുഫറിലേക്ക് വരെ എത്തും, അത് കാഫറാവുന്ന വിശ്വാസം വരെ ആയിത്തീരും. അപ്പം കത്തിയെടുത്ത് മുറിക്കുന്ന സന്ദർഭത്തിൽ അത് മുറിക്കുക എന്നുള്ളത് അല്ലാഹു തആലയാണ് അവിടെ സൃഷ്ടിക്കുന്നത്.
ഈ കത്തി അത് മുറിയാൻ ഒരു സാധാരണ ഒരു കാരണമായി തീരുന്നു. കാരണം എന്ന് വിശ്വസിക്കാം. കാരണം എന്നാണ് വിശ്വസിക്കേണ്ടത്. അള്ളാഹു തആല മുസബ്ബിബുൽ അസ്ബാബാണ്. ഓരോന്നിനും ഓരോ കാരണം അള്ളാഹു തആല വെച്ചിട്ടുണ്ട്. അതെന്താണ് ഇതുണ്ടാവുമ്പോൾ അതുണ്ടാവുന്നു. അതിനെപ്പറ്റിയുള്ള ചർച്ചയാണ് ഇന്നത്തെ ക്ലാസ് വരുന്നത്. നമുക്കതിലേക്ക് പ്രവേശിക്കാം ഇൻഷാ അല്ലാഹ്. പിന്നെ പെട്ടെന്ന് തീരില്ല, കുറച്ച് വിശദമായിട്ട് പറയാനുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് എന്താണ് വുജൂബ്? അള്ളാഹു തആലക്ക് 20 സിഫത്ത് നിർബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹു തആലക്ക് 20 കാര്യങ്ങൾ മുസ്തഹിലാണെന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നെ പാടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹു തആലക്ക് ഒരു സിഫത്ത് ജായിസ് ആണെന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന്റെ അർത്ഥം? ഇതൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അള്ളാഹു തആലക്ക് 20 സിഫത്ത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആവർത്തിക്കുന്നു, 20 സിഫത്ത് എന്ന് പറഞ്ഞാൽ ബുദ്ധി അതില്ല എന്ന് സങ്കല്പിക്കാൻ ബുദ്ധിക്ക് സാധ്യമല്ല. ബുദ്ധിക്ക് അതില്ലാതെ എന്ന് സങ്കല്പിക്കാൻ സാധ്യമല്ലാത്തത്. ഞാൻ ചോദിക്കട്ടെ, ഒരു ഉദാഹരണം. പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിരവധി ഉദാഹരണങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഒരു മേശ നമ്മുടെ മുമ്പിൽ നമ്മുടെ വീടിന് മുമ്പിൽ ഒരു മേശ കണ്ടു. എങ്ങനെ? നേരെ പുറത്ത് നോക്കും, വാതിൽ തുറന്ന് നോക്കുമ്പോൾ വീടിന് മുറ്റത്ത് നല്ല സുന്ദരമായ ഒരു മേശ. നമ്മളെന്ത് മനസ്സിലാക്കും? നമ്മളെന്താ മനസ്സിലാക്കുക? സ്വയം ഭൂ ആയതാണെന്ന് മനസ്സിലാക്കുക. അതല്ലാതെ ഒരാൾ കൊണ്ടുവച്ചതെന്ന് മനസ്സിലാക്കുക. നമ്മൾ അന്ധവിശ്വാസത്തിന്റെ അങ്ങേ അടി കിടക്കുന്ന ആളുകൾക്ക് ഒരു പക്ഷേ എന്തെന്ന് കരുതി നന്നേക്കാം, അത് സ്വയംഭൂ ആയതായിരിക്കും. സ്വയംഭൂ ആയതായിരിക്കും അല്ലേ? ഇതുപോലെ ബാബരി മസ്ജിദിൽ ആര് കൊണ്ടുവച്ചി? കുറെ കാലം മുസ്ലിമീങ്ങൾ ആരാധിച്ചിരുന്ന ആ ഒരു പള്ളിയിൽ ഒരു സുപ്രഭാതത്തിൽ പിന്നെ ഏതോ കശ്മീരന്മാർ എന്ത് ചെയ്ത്, ഹിന്ദു വർഗീയവാദികൾ അതിൽ രാമന്റെ വിഗ്രഹം കൊണ്ടുവച്ചു. രാമന്റെ തന്നെയല്ലേ അവിടെ രാമ ജന്മസ്ഥലം എന്നല്ല പറയുന്നത് അല്ലേ? എന്നിട്ട് അത് പിന്നെ പറയിപ്പിച്ചു, എന്ത് വിശ്വസിപ്പിച്ചു ആളുകളെ? ആ പള്ളിൻ്റെ ഉള്ളിൽ രാമന്റെ വിഗ്രഹം സ്വയംഭൂവായിരിക്കുന്നു എന്ന്. അത് വിശ്വസിച്ചു കുറെ ആളുകൾ. അപ്പോൾ അത് രാമൻ ജനിച്ച സ്ഥലം തന്നെയാണ്, അവിടെ സ്വയംഭൂവായി വന്നിട്ടുണ്ട്. ബുദ്ധിയുള്ള ആളുകൾ കിട്ടുമോ അത് വിശ്വസിക്കാൻ? ആരും കിട്ടൂല. ഒരു വിഗ്രഹം തന്നെ ഭൂമിയിൽ നിന്ന് മുളച്ചിട്ടുണ്ട് വരെ ഇല്ല. അത് ഒരു കൂട്ടർ കൊണ്ടുവച്ചതാണ്. അത് കോടതി പോലെ ഇന്ന് വിശ്വസിക്കുന്നുണ്ട്. സ്വയംഭൂവാവുന്ന ഒരു വസ്തുവില്ല, അതൊരാൾ കൊണ്ടുവെക്കണം. അതൊരാളില്ലാതെ സ്വയംഭൂവാവില്ല എന്നുള്ളത് ഏത് ബുദ്ധിയും? അതാണ് അഖലിയായ വുജൂബ്. അഖലിയ ഒരു പ്രവർത്തനം ഉണ്ടെങ്കിൽ അതിന് പ്രവർത്തിച്ച ആൾ വേണം. ഒരു വിഗ്രഹം നിങ്ങൾ പള്ളിക്കുള്ളിൽ കണ്ടാൽ എന്താണ് ഒരു ജഡ്ജി വിധിക്കേണ്ടത്? അത് ആര് കൊണ്ടുവച്ചെന്ന് അന്വേഷിക്കണം അല്ലേ? അങ്ങനെയാണ് അതിന്റെ കേസ് അന്വേഷണം പോകേണ്ടത്. അത് ആരാണ് കൊണ്ടുവച്ചത്? ആരൊക്കെയാണ് ഇവിടെ വന്നത്? സ്വയം രാമന്റെ വിഗ്രഹമാണ്, അത് സ്വയം ഉണ്ടായതാണ്, അത് തനിയെ ഉണ്ടായതാണ്, ദൈവത്തിന്റെ കൊണ്ട് തനിയെ ഉണ്ടായതാണെന്ന് ബുദ്ധിയുള്ള ആരും അംഗീകരിക്കൂല. അത് ഉണ്ടാവേണ്ടതുണ്ട്, അത് തനിയെ ഉണ്ടാവില്ല, എന്തെങ്കിലും ഒരു കാരണമില്ലാതെ ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇതുപോലെയാണ് ഏത് കാര്യം ഒരു സാധനം ഒരു പ്രവൃത്തി ഉണ്ടെങ്കിൽ അതൊരു പ്രവർത്തിക്കുന്ന വ്യക്തി ഉണ്ടാവണം. അതാണ് അഖലിയായ വുജൂബ് എന്ന് പറയുന്നത്. ഇതുപോലെയാണ് അള്ളാഹുവിന്റെ 20 സിഫത്തുകൾ. അത് ഉണ്ടായ തീരും അള്ളാഹുവിന്. ആരെന്ത് തന്നെ സംസാരിച്ചാലും, എന്ത് വാദപ്രവാദം നടത്തി, എന്ത് ഉത്തരം പിടിച്ചാലും അതിൽ ഇതില്ലാതാവൂല. ഇതില്ലാതെ അള്ളാഹു തആലക്ക് 20 സിഫത്തുണ്ട് എന്നുള്ളത് ഒരാൾക്ക് നിഷേധിക്കാൻ കഴിയില്ല. ദൈവമുണ്ട് എന്നൊരാൾ വിശ്വസിച്ചാൽ, അള്ളാഹു ഉണ്ട്, ഒരു ഖാലിഖ് ഉണ്ട് എന്നൊരാൾ വിശ്വസിച്ചാൽ അവർക്ക് 20 സിഫത്ത് നിർബന്ധമായിട്ടും ഉണ്ടാവണം. ഓക്കെ, അതാണ് നമ്മൾ പിന്നെ വുജൂബിന്റെ അർത്ഥം പറഞ്ഞത്. ബുദ്ധിയിൽ അത് ഇല്ലാതിരിക്കൽ അസാധ്യമായത്. പിന്നെ മുസ്തഹിൽ എന്ന് പറഞ്ഞാലോ അതുണ്ടാവാൻ പാടില്ലാത്തത്. നേരെ എതിരിട്ടോ, വുജൂബിന് നേരെ എതിരി മുസ്തഹിൽ. അള്ളാഹു തആലക്ക് 20 സിഫത്തുകൾ 20 കാര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹു തആലക്ക് 20 കാര്യം ഉണ്ടാവുക എന്നുള്ളത് ബുദ്ധിക്ക് രൂപപ്പെടുത്താനേ സാധ്യമല്ല. അതാണ്. ജായിസ് എന്ന് പറഞ്ഞാലോ, ജായിസ് എന്ന് പറയാം. ഉദാഹരണം പറയാം, അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട് അല്ലേ? എത്ര പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്? 1,24,000 പ്രവാചകന്മാർ അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടുണ്ട്. ഈ നിയോഗം അള്ളാഹുവിന് നിർബന്ധമായിരുന്ന നിയോഗം ഇല്ല. അള്ളാഹു തആലക്ക് ഈ ഒരു പ്രവാചകനെ നിയോഗിക്കാതെ ഇടാമായിരുന്നു. ഒരു പ്രവാചകനെയും നിയോഗിക്കാതെ ഇടാമായിരുന്നു. മനസ്സിലായില്ലേ? പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? അള്ളാഹു തആല നിയോഗിച്ചു. അപ്പോൾ അത് നിർബന്ധമായി. നിയോഗിച്ചാൽ പിന്നെ നിർബന്ധമായി ഉണ്ടല്ലോ. ഉറപ്പന്നെ പ്രവാചകന്മാർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ചുരുക്കം പറയാനുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് പിന്നെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയാണ്. അഖീദ എന്ന് പറഞ്ഞാൽ ഒരു സംഗതി ഉണ്ട്, ഒരു സംഗതി ഇല്ല, ഇതൊക്കെയുള്ള അതാണ് അഖീദ എന്ന് പറഞ്ഞാൽ. അള്ളാഹു തആലക്ക് ഇൽമ് എന്ന് പറയുന്ന അറിവ് എന്ന് പറയുന്ന ഗുണമുണ്ട് എന്നുള്ള ഒരിക്കൽ. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു തആല കഴിവുകേട് ഇല്ലാത്തവനാണ്. അള്ളാഹു തആലക്ക് ഒരു കഴിവുകേടും ഇല്ല എന്നാണ് ഒരു പക്ഷേ നമ്മൾ വിധിക്കുക. അപ്പോൾ ഒരു സംഗതി ഉണ്ട് എന്നോ അല്ലെങ്കിൽ ഒരു സംഗതി ഇല്ല എന്നോ പറയുന്നതിനാണ് ഹുക്കും എന്ന് പറയുന്നത്. അതൊരിക്കൽ ഉണ്ട് എന്ന് പറയുന്നതും ഇല്ല എന്ന് പറയുന്നതും ഒന്നിക്കൽ അത് പിന്നെ എന്തായിരിക്കും? നമ്മുടെ ബുദ്ധി ആയിരിക്കും. ബുദ്ധി പറയും അതവിടെ ഉണ്ട് എന്ന്, അല്ലെങ്കിൽ ബുദ്ധി പറയുന്നത് അവിടെ ഇല്ല എന്ന്. അല്ലെങ്കിൽ അത് പറയുന്നത് ആരായിരിക്കും? ഷറആയിരിക്കും. ഇസ്ലാം പറയുന്നു പിന്നെ പരലോകം എന്ന് പറയുന്ന ഒന്നുണ്ട് എന്ന് ഇസ്ലാം പറയുന്നു. ഷാരിയാണെന്ന് പറയുന്നത്. ഷാരിയ അത് ഹുക്കും. അപ്പം പരലോകം എന്ന് പറയുന്ന ഒന്നുണ്ട് എന്ന് പിന്നെ ഷാരി വിധിക്കുന്നു. അതുപോലെ തന്നെ പിന്നെ ഷറ വിധിക്കുന്ന മറ്റൊരു കാര്യമാണ് എന്ത്? അള്ളാഹു അല്ലാത്ത മറ്റൊരു സൃഷ്ടാവ് ഇല്ല എന്ന് അല്ലേ? നമ്മുടെ ബുദ്ധി പറയുന്നുണ്ടെന്നത് ശരി. അള്ളാഹു അല്ലാത്ത മറ്റൊരു സൃഷ്ടാവ് ഇല്ല എന്ന് ഷറ പറയുന്നുണ്ട്. മാലഹു മിൻ ദൂനിഹി മിൻ ഇലാഹിൻ, അള്ളാഹുവിനെ കൂടാതെ ഒരു ഇലാഹും ഇല്ല എന്ന് അള്ളാഹു തആല പറയുന്നുണ്ട്, ഷാരി പറയുന്നുണ്ട്. അപ്പം ഒരു കാര്യം ഉണ്ട് എന്ന് വിധിക്കുന്നതും ഇല്ല എന്ന് വിധിക്കുന്നതും ഒന്നുകിൽ ആരായിരിക്കും? നമ്മുടെ ബുദ്ധി ആയിരിക്കും, അല്ലെങ്കിൽ ഇസ്ലാമിക ശരീഅത്തായിരിക്കും, ഷാരി ആയിരിക്കും, ഖുർആൻ അള്ളാഹു ആയിരിക്കും, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദൂതന്മാരായ പ്രവാചകന്മാരായിരിക്കും, അല്ലെങ്കിൽ അത് നമ്മുടെ ആദത്തിന്റെ ഹരികാരം. നമ്മുടെ സാധാരണഗതിയിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വിധിക്കുന്നതാണിത്. അത് ഖുർആൻ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധി വിധിച്ചിട്ടോ അല്ല. ഞാൻ ചോദിക്കട്ടെ നമ്മൾ അധിക പേര് ആളുകളും ഡ്രൈവർമാരായിരിക്കും. സിഗ്നൽ ചുവപ്പ് കത്തുമ്പോൾ അവിടെ വണ്ടി നിർത്തണമെന്നുള്ളത് ബുദ്ധി പറയുന്നതാണോ? ബുദ്ധി അത് പറയുന്നുണ്ടെന്നത് അല്ലെങ്കിൽ ഷറഅ് പറഞ്ഞതാണോ? ഇസ്ലാമിലുള്ള കാര്യമാണോ? അതല്ല നമ്മുടെ ബുദ്ധി പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു വ്യവസ്ഥ നമ്മൾ വെച്ചതോ? സാധാരണഗതിയിൽ നമ്മൾ വെച്ച വ്യവസ്ഥയാണത്. നമ്മൾ കൂടി അങ്ങനെ തീരുമാനിച്ചു. ഒരു നാട്ടിൽ പോയിട്ട് ഇങ്ങനെ നിർത്തിക്കോളി, ഒരു നാട്ടിൽ പോയിട്ട് ഇങ്ങനെ പച്ച കത്തുമ്പോൾ പിന്നെ പോകണം നിർത്തണമെന്നാണെങ്കിൽ ആ നാട്ടുകാർ അങ്ങനെ ഇത്തിഫാക്കാണെങ്കിൽ നമുക്ക് വിരോധമില്ല. അതങ്ങനെ ആവാം, വിരോധമൊന്നുമില്ല. ബുദ്ധി പറയുന്നില്ല അത് പച്ച കത്തുമ്പോൾ എന്തായാലും പോകണമെന്ന് ബുദ്ധി നിർബന്ധിക്കുന്നില്ല. ഉണ്ടോ? അങ്ങനെ ആർക്കും സംശയം ഉണ്ടോ? അങ്ങനെ അഭിപ്രായം ആർക്കെങ്കിലും? ഒരു പച്ച കത്തുമ്പോൾ എന്തായാലും വണ്ടി മുന്നോട്ട് പോകണമെന്ന് ബുദ്ധിയാണ് പറയുന്നതെങ്കിൽ എന്തുകൊണ്ടാണ് ചോപ്പായിക്കൂടാന്ന് ബുദ്ധി ചോദിക്കും. എന്തുകൊണ്ട്? പിന്നെ ബുദ്ധിയല്ലത്. അത് നമ്മളെ കൂടി അങ്ങനെ തീരുമാനിക്കുന്നതാണ്. നമ്മൾ ഒരു ഭൂലോക വ്യവസ്ഥയാണ്. ഒരു വണ്ടി ഡ്രൈവർമാരാകുമ്പോൾ ചുവപ്പ് കത്തിയാൽ അവിടെ വണ്ടി നിർത്തിക്കൊള്ളണം, സിഗ്നൽ പച്ച കത്തിയാൽ പോകണം.
മനസ്സിലായില്ലേ? അപ്പോൾ അത് നമ്മൾ വെച്ച വ്യവസ്ഥകളാണ്, നമ്മുടെ വ്യവഹാരങ്ങളാണ്, നമ്മൾ നിർമ്മിക്കുന്ന നിയമങ്ങളാണ് അതൊക്കെ. അതിന് ശറവുമായിട്ട് ബന്ധമല്ല, ആദത്തിനെ അതിന് അതുപോലെ തന്നെ ബുദ്ധിയുമായിട്ട് ബന്ധമല്ല. ബുദ്ധിക്ക് അത് മനസ്സിലാവും, അത് വെച്ചതിന് ശേഷം ബുദ്ധി അത് മനസ്സിലാക്കുകയാണ്. പക്ഷേ ബുദ്ധി ആദ്യമായിട്ട് അങ്ങനെ ഞാൻ ചെയ്യുന്നില്ല, ആ കാര്യം വിരിക്കുന്നില്ല. അപ്പോൾ അതാണ് നമ്മൾ ഷറഹിൽ നോക്കാം മുസ്ലിം അവർ പറയുന്നത്. ഇന്ന് നമ്മൾ വേറെ നല്ല കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് നമ്മുടെ ഉസൂൽ ഫിഖായിട്ട് ബന്ധപ്പെട്ട ചില ചർച്ചകളും കൂടി വരുന്നുണ്ട്. പഠിച്ചോളി. എല്ലാവരും കുറച്ചൊക്കെ പഠിക്കാൻ നല്ലതാണ്. നമുക്ക് ജമ്മു ജവാമി പോലുള്ളതായിരിക്കുന്ന വലിയ ഉസൂലിൻ്റെ കിതാബുകൾ ഫിഖിൻ്റെ നിദാനശാസ്ത്രം പഠിക്കുന്നതിൽ പറയുന്നതിൽ ഉൾപ്പെട്ട വിഷയമാണ് സാധാരണഗതിയിൽ ഇന്ന് പറയാൻ പോകുന്ന വിഷയം. പക്ഷേ മുസ്ലിം അവർ എന്ത് ചെയ്തിട്ടുണ്ട്, അതൊന്നും ഇവിടെ ഹുക്കുമ് എന്ന് വിധി പറയാന്നുള്ളത് വിധി 3 തരത്തിലുണ്ടാകുന്നത് കൊണ്ട് ആ 3 എണ്ണത്തിന് വിധിനെ അത് വിശദീകരിച്ചപ്പോൾ അതൊന്ന് മുസ്ലിം എന്ത് ചെയ്തതാണെന്ന് വിശദീകരിച്ചുകൊണ്ട് നമ്മുടെ എന്താണ് ഒരു സംഗതി നിർബന്ധം എന്ന് പറഞ്ഞാൽ, ഹറാം എന്ന് പറഞ്ഞാൽ എന്താണ്, നിർബന്ധം എന്ന് പറഞ്ഞാൽ എന്താണ്, കറാഹത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹലാൽ എന്ന് പറഞ്ഞാൽ എന്താണ്, സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ മുസ്ലിം അവറുകൾ ഈ വിഷയത്തിന്റെ കൂടെ ഒന്ന് പരാമർശിക്കുന്നത് കൊണ്ട് ബർക്കത്തിന് നമുക്ക് അതൊന്നായിട്ട് ഓടി പോവാം. കൂടുതൽ ആഴത്തിൽ ഇറങ്ങി ചിന്തിക്കേണ്ട ആളുകൾക്ക് അതിന് പ്രത്യേകമായ കിതാബുകൾ ജമ്മു ജവാമി പോലുള്ളതായിരിക്കുന്ന ഒരുപാട് മിൻഹാജ് പോലുള്ള ഒരുപാട് കിതാബുകളുണ്ട്. അതൊക്കെ നോക്കിയിട്ട് മനസ്സിലാക്കുകയും ചെയ്യാം. പിന്നെ ഏതായാലും അൽ ഹുക്കുമോ, ഹുക്കും എന്ന് പറഞ്ഞാൽ വിധിയാണല്ലോ. അല്ലാഹു തആലക്ക് കഴിവുണ്ട് എന്നുള്ളത് ഒരു വിധിയാണ്. അല്ലാഹു തആലക്ക് എന്തില്ല, അവന്റെ വജൂദിലേക്ക് അവനുണ്ടായതിന് തുടക്കമില്ല എന്നുള്ളത് ഒന്നിന് ഇല്ലാതാക്കാണ്. അപ്പോൾ അൽ ഹുക്കും എന്ന് പറഞ്ഞാൽ ഹുവ ഇസ്ബാത്തു അംരിൻ ഔ നഫിയുഹു. കേട്ടോളെ, ഒരു കാര്യം ഉണ്ട് എന്ന് പറയുക, സ്ഥിരപ്പെടുത്തുക, അല്ലെങ്കിൽ ഔ നഫിയു ആ കാര്യം ഇല്ല എന്ന് നഫി എന്ന് പറഞ്ഞാൽ അതിനെ നിഷേധിക്കാം. അപ്പോൾ ഹുക്കും എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഉണ്ട് എന്ന് പറയാം, അല്ലെങ്കിൽ അതിനെ ഇല്ല എന്ന് പറയാം. ഉദാഹരണം പറയാൻ അല്ലാഹു തആലക്ക് എന്തുണ്ടെന്ന് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇൽമ് എന്ന് പറയുന്ന ഒരു സിഫത്ത് അവർക്ക് ഉണ്ട് എന്ന് പറയുമെങ്കിൽ അതൊരു ഹുക്കുമാണ്. അവർക്ക് എന്തില്ല എന്ന് പറയാം, അവൻ ഹാദിസ് അല്ല, അവൻ പിന്നീട് ഉണ്ടായവനല്ല, അവൻ ഉണ്ടായതിന് തുടക്കമില്ലാത്തവനാകുന്നു, അവൻ പിന്നീട് ഉണ്ടായവനല്ല എന്ന് പറയായിരിക്കും ഒരിക്കൽ. അൽ ഹുക്കുമു ഹുവ ഇസ്ബാത്തു അംരിൻ ഔ നഫിയുഹു. ഹുക്കും എന്ന് പറഞ്ഞാൽ ഒരു കാര്യം സ്ഥിരപ്പെടുത്തലാണ്, അല്ലെങ്കിൽ ആ കാര്യത്തെ നിഷേധിക്കലാണ്. നിഷേധിക്കുന്നില്ല എന്ന് പറയാം. വൽ ഹാക്കിം ബിദാലിക, ഒരു വിധി ഉണ്ടാകുമ്പോൾ വിധികർത്താവ് ഉണ്ടായിരിക്കണം. ആ വിധികർത്താവ് 3 തരത്തിലാവാം. വൽ ഹാക്കിം ബിദാലിക, അങ്ങനെ ഒരു സംഗതി ഉണ്ടെന്നോ ഇല്ലെന്നോ പറയുന്ന വ്യക്തി, അല്ലെങ്കിൽ ആ ഹുക്കും ചെയ്യുന്നത് ഒന്നുകിൽ ആരായിരിക്കും, ഇമ്മ ശറഉ, എന്താകുന്നു, ഇമ്മ ശറഉ എന്നാട്ടോ, ഒന്നല്ല അവിടെ ഞാൻ ടൈപ്പ് ചെയ്തോട്ട് അൽഫ് പോയതാ. ഇമ്മ ശറഉ എന്താകുന്നു, അത് ഒന്നിക്കൽ ഷർആയിരിക്കും അത് ഉണ്ടെന്ന് പറയുന്നത്. ഷർഅ് പറയുന്ന ഒരുപാട് കാര്യം നമുക്ക് അറിഞ്ഞൂടെ, ഇമ്മ ഷറഉ പകണ്ടല്ലേ, ഇപ്പൊ ഈ ചെയ്ത ടൈപ്പ് വെച്ചിട്ടാ. വൽ ഹാക്കിം ബിദാലിക, അങ്ങനെ ഒരു സംഗതി ഉണ്ടോ ഇല്ല എന്ന് പറയുന്നത് ഷർആയിരിക്കും. ഷർഅ് എന്ന് പറഞ്ഞാൽ ഹുക്കുമല്ല. ഷർഇന്റെ അഹ്ലുകാരി അതാരാണ്, അല്ലാഹു തആല. ഷർഇന്റെ അഹ്ലുകാരി ഷർഅല്ല വിരിക്കല്, അഖലല്ല വിരിക്കല്, അതുപോലെ ആദത്തല്ല വിരിക്കുന്നത്. അതൊക്കെ എന്താണ്, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പറയാം, നമ്മൾ സാധാരണഗതിയിൽ ചായ കുടിച്ചെന്ന് പറയല്ലേ, ചായയാണ് കുടിക്കുന്നത്. എന്താണ് നിങ്ങൾ പറയാത്തത്, ചായയാണ് കുടിക്കുന്നത്. ചായ എന്തോ കുടിക്കുന്നുണ്ടോ, ചായക്ക് കുടിക്കാൻ നിങ്ങളൊന്നും ഉണ്ടല്ലോ. എന്താണ് ചായല്ല കുടിക്കുന്നത്, നമ്മളാണ് കുടിക്കുന്നത്. ചായ കുടിച്ചെന്ന് പറഞ്ഞാൽ ചായ നമ്മൾ കുടിക്കുന്നു, മനുഷ്യരാണ് കുടിക്കുന്നത് അല്ലേ. അതുപോലെയുള്ള അലങ്കാരിക പ്രയോഗമാണ് ഇവിടെ. ഷർഅ് വിരിക്കാൻ പറഞ്ഞാൽ ഷർഅല്ല ഷർഇന്റെ അഹ്ലുകാരി എന്നാ പറഞ്ഞത്. അപ്പോൾ അൽ ഹുക്കുമു ഹുവ ഇസ്ബാത്തു അംരിൻ ഔ നഫിയു വൽ ഹാക്കിമു ബിദാലിക, അതുകൊണ്ട് വിരിക്കുന്നതായിരിക്കുന്ന ആള് വിരിക്കുന്നവർ ആരായിരിക്കും, ഇമ്മ ഷറഉ, ഒന്നിരിക്കൽ ഷറആയിരിക്കും, ഒന്നിരിക്കൽ അല്ലാഹു ആയിരിക്കും, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ കൽപ്പന നമ്മൾ അറിയിച്ചു തരുന്നതായ മുഖ്ബിറായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. ഏതാ ഷറഇന്റെ ഉദ്ദേശം, അതായത് ഷാരിഉ എന്നാണ് ഉദ്ദേശം, അല്ലെങ്കിൽ ഷറഇന്റെ അഹ്ലുകാരി. അവിൽ ആദത്ത്, അല്ലെങ്കിൽ ആദത്തായിരിക്കും, സാധാരണഗതി ആദത്തായിരിക്കും അത് വിരിക്കുന്നത്, ഉണ്ട് എന്ന് ഇല്ല എന്ന് വിരിക്കുന്നത്. അല്ലെങ്കിൽ അവിൽ അഖ്ലിലെ ബുദ്ധിയായിരിക്കും. ഈ 3 ആയിരിക്കും കേട്ടോ. വലിഹാദ, ഇതുകൊണ്ടാണ് ഇൻകസമൽ ഹുക്കുമു ഓഹരിയാദി ഇലാ സലാസത്തി അഖ്സാമിൻ, 3 എണ്ണത്തിലേക്ക് ഹുക്കുമു ഓഹരിയാദി. ഏതൊക്കെ 3 എണ്ണം, ശർഈൻ വആദിയിൻ വഅഖ്ലിയിൻ. അപ്പം ഹാക്കിം ഹുക്കുമു ചെയ്യുന്ന ആള് ഒന്നിരിക്കൽ അത് ഷർആയിരിക്കും, അതുകൊണ്ട് ഷർഈയായി. പിന്നെ ഒന്നിരിക്കൽ അത് ആദത്തായിരിക്കും. ആദത്തറ സാധാരണഗതിയിൽ വെള്ളം കുടിച്ച് നോക്കുമ്പോൾ നമ്മൾ എന്ത് പറയാറുണ്ട്, വെള്ളം കുടിച്ച് ദാഹം മാറാറുണ്ട്. അപ്പൊ അത് വിരിക്കുന്നത് ഏതാണ്, ഖുർആനാണ് പറഞ്ഞത്. ഖുർആനിൽ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അല്ല, നമ്മൾ അങ്ങനെ ആദത്തിൽ നമ്മൾ കുറെ ആളുകൾ ഇങ്ങനെ ഒരുപാട് പ്രാവശ്യങ്ങൾ ഓരോരുത്തർ ഇങ്ങനെ കുടിച്ച് നോക്കുമ്പോൾ അത് ദാഹം മാറുന്നുണ്ട്. അപ്പം മനസ്സിലായത് വെള്ളത്തിന് ദാഹം മാറാൻ സാധിക്കും. ഒരാൾ എന്ത് ചെയ്ത്, ഒരു ഉദാഹരണം പറയാം. ഒരാൾ ഒരു സ്ഥലത്ത് നിന്ന് വെള്ളം ചൂടാക്കി. വെള്ളം ചൂടാക്കിയപ്പോൾ അയാൾക്ക് എന്ത് മനസ്സിലായി, എത്ര ഡിഗ്രി എത്തുമ്പോഴാണ് ചൂടായതെന്ന് അയാൾ കണ്ടുപിടിച്ച്. എത്ര ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോഴാണ് വെള്ളം ചൂടാകുന്നത്, 100 ഡിഗ്രി എത്തുമ്പോഴാണ് വെള്ളം തിളക്കുന്നത്. ഒരാൾ അങ്ങനെ തന്നെ തിളച്ചിട്ട് ആളങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ അയാൾക്ക് മനസ്സിലായി. അതേമാതിരി അതിപ്പോൾ ആൾ പരിശോധിച്ച ആൾ അമേരിക്കനെ പരിശോധിച്ച്, ഇപ്പോൾ റഷ്യയിൽ ഒരാൾ വേറെ പരിശോധിച്ച്, ഒരാൾ അമേരിക്കനെ പരിശോധിച്ച്, മറ്റൊരാൾ വേറെ പരിശോധിച്ച്, അങ്ങനെ കുറേ പരിശോധിച്ച് നോക്കുമ്പോൾ മനസ്സിലായി എല്ലായിടത്തും ഒരേ അളവിലാണ്, എല്ലായിടത്തും 100 ഡിഗ്രി എത്തുമ്പോഴാണ് വെള്ളം തിളക്കുന്നത്. അപ്പോൾ എന്ത് തീരുമാനിച്ചു, 100 ഡിഗ്രി ചൂട് വരുമ്പോൾ ഒരു വെള്ളം തിളക്കുന്നു, 100 ഡിഗ്രി വരുമ്പോൾ ഉണ്ടാകുമ്പോഴാണ് വെള്ളം തിളക്കുന്നത്. അപ്പോൾ എന്താണ് അവിടെ വിരിച്ചത്, എന്താ ഖുർആനാണോ വിരിച്ചത്, ഇത് ഖുർആനാണോ വിരിച്ചത്, അല്ല, അവിടെ ആദത്തിന്റെ അഹ്ലുകാർ ആളുകൾ വിരിച്ചു, അവർക്ക് ആദത്തായിട്ട് കിട്ടിയതാണ് വിഷയം. അപ്പോൾ അവർ തീരുമാനിച്ചത് മനസ്സിലായില്ലേ. അതാണ് ഒന്നിരിക്കൽ ഷർആയിരിക്കും വിരിക്കുന്നത്. അങ്ങനെ ഖുർആൻ വിരിക്കുന്നത് എങ്ങനെയാണ്, പരിശുദ്ധ ഖുർആൻ പറഞ്ഞു ഖബർ ശിക്ഷ എന്ന് പറയുന്ന ഒന്നുണ്ട് എന്ന് വിരിച്ചു. അത് നമ്മൾ ആദത്തല്ല, നമുക്ക് ആദത്ത് എന്ന് പറയാൻ കഴിയുമോ, ഖബർ ശിക്ഷ നമുക്ക് ആദത്താണോ, നമുക്ക് ആദത്തായിട്ടില്ല. നമ്മൾ മരിച്ചതിന് ശേഷം നമ്മൾ അനുഭവിക്കാൻ പോകുന്നുള്ളൂ ഖബർ ശിക്ഷ. അത് ആദത്തല്ലത്, ആദത്ത് വിരിച്ച് എന്ന് പറയാൻ പറ്റില്ല. അത് ഷർആണ് വിരിച്ചത്, പരിശുദ്ധ ഖുർആനാണ് വിരിച്ചത്, അല്ലെ ഇസ്ലാമാണ് ഇത് വിരിച്ചത്. ഖബർ ശിക്ഷ ഉണ്ട് എന്നത്. അതുപോലെ തന്നെ ഒരു ദോഷിയാ മനുഷ്യനിക്ക് സ്വർഗ്ഗം ലഭിക്കില്ല എന്ന് പറഞ്ഞു. അതെന്താണ്, നഫിയാണത്, ഒരു സംഗതി ഇല്ല എന്ന് പറയുന്നത്. ദോഷിയാ മനുഷ്യനിക്ക് ഒറ്റയടിക്ക് അല്ലാഹു തആല പുറത്തു കൊടുത്തിട്ടില്ല, അവർ സ്വർഗ്ഗത്തിൽ കടക്കൂല എന്ന് വിഷയം പറഞ്ഞു. അത് ആരാ പറയുന്നത്, അത് നമ്മൾ ആദത്തോട് മനസ്സിലാക്കിയതാണോ, അല്ല, ആദത്തോട് മനസ്സിലാക്കി ബുദ്ധി കൊണ്ട് മനസ്സിലാക്കിയതല്ല. ബുദ്ധി കൊണ്ട് എങ്ങനെ മനസ്സിലാണ്, ഇല്ല, ഒരു ദോഷിയാ മനുഷ്യൻ എന്തുകൊണ്ടാണ് നരകത്തിൽ കടക്കുന്നത്, ബുദ്ധി പറയുന്നില്ല. ബുദ്ധിക്ക് ഇപ്പോൾ എങ്ങനെ പറയാം, എന്താ ബുദ്ധിപരമായിട്ട് സ്വർഗ്ഗത്തിൽ കടന്നു വരുന്ന ഒരു പ്രശ്നം വരുന്നില്ല. പക്ഷെ അവിടെ പറയുന്നത് ആരാണ്, ഷർആണ്. അപ്പോൾ ഒന്നിക്കൽ ഒരു സംഗതി ഉണ്ട് എന്നോ ഇല്ല എന്ന് വിരിക്കുന്നത് ഒന്നിക്ക് ഷർആയിരിക്കും, അല്ലെങ്കിൽ ആദത്തായിരിക്കും, അല്ലെങ്കിൽ അവിൽ അഖ്ലു, അല്ലെങ്കിൽ ബുദ്ധിയായിരിക്കും. അതാ.
അപ്പോൾ മനസ്സിലായല്ലോ. അതുകൊണ്ടാണ് ഹുക്കുമുകളൊക്കെ ഫലിഹാദ, ഇതുകൊണ്ടാണ് ഇൻകസമൽ ഹുക്കും ഇലാ സലാസത്തി അഖ്സാം, വിധികളൊക്കെ മൂന്നെണ്ണത്തിലേക്ക് ഓഹരിയായത്. ഏതാണത്? ഷറയ്യുൻ, ഒന്ന് ഷറയ്യാണ്. മനസ്സിലായി? ഷറൈ എന്ന് മനസ്സിലായില്ലേ? ഷറൈ വിധിക്കുന്ന ഷറയാണ് ആകാരം ഉണ്ട് എന്നോ ഇല്ലെന്നോ വിധിക്കുന്നതെങ്കിൽ നമ്മൾ കബർ ശിക്ഷയും സ്വർഗ്ഗപ്രവേശനം പറഞ്ഞു ഉണ്ട് എന്നില്ല എന്ന രീതിയിൽ. അപ്പോൾ അതിന് ഷറയ്യായ ഹുക്കും എന്ന് പറയും. വാദിയൻ ഒന്നിരിക്കുന്നതാണ് ആദത്തിന്റെ അഹരികാരാണ് വിധിക്കും. നമ്മൾ വെള്ളം നടക്കുന്ന ഉദാഹരണം പറഞ്ഞു, അത് വിധിക്കുന്നവരാണ് ആദത്തിന്റെ അഹരികാരാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതിന് ആദിയായ ഹുക്കും എന്ന് പറയും. ഇനി അത് വിധിക്കുന്നത് ബുദ്ധിയാണെങ്കിൽ എന്താണ് പറയാ? അതിന് അഖലിയായ ഹുക്കും എന്ന് പറയും. അപ്പോൾ അല്ലാഹു തആലക്ക് 20 സിഫത്ത് ഉണ്ട് എന്നുള്ള വിധിക്കുന്നത് എന്താണ്? 20 സിഫത്തുകൾ നിർബന്ധമാണ് വിധിക്കുന്നത്, അത് അഖലിയായ ഹുക്കുമാകുന്നു. മനസ്സിലായില്ലേ? അതിനെപ്പറ്റി നമ്മൾ ചർച്ച വരുന്നത്. പക്ഷേ മുസ്ലിം ഇത് ഹുക്കും പറഞ്ഞ കൂട്ടത്തിൽ ഈ മൂന്ന് ഹുക്കുമിനെ ഒന്ന് വിശദീകരിച്ചുകൊണ്ട് പറയാം, നമുക്ക് മനസ്സിലാക്കോട്ടെ എന്ന് വിചാരിച്ച്. മനസ്സിലായില്ലേ? അപ്പോൾ അത് വലിയ കിതാബുകളൊക്കെ പറഞ്ഞത് വളരെ ഷോർട്ടായിട്ട് ഇവിടെ പറയുന്നത്, അത് നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. അല്ലാഹു തആല നമുക്ക് ഉൾക്കൊള്ളാനും അത് പറയാനൊക്കെ തൗഫീക്ക് നൽകുമാറാവട്ടെ നമുക്കൊക്കെ. പിന്നെ അപ്പോൾ മുസ്ലിം ഫശറയ്യു നമ്മൾ നോക്കുക. നമ്മൾ ഖുർആനിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിർബന്ധമാണ് പറയുന്നത്. ഒരുപാട് കാര്യം നിർബന്ധമാണ്. ചിലത് പറയുന്നത് ഹറാമാണ്, ചിലത് പറയുന്നത് സുന്നത്താണെന്ന്, ചിലത് പറയുന്നു അത് കറാഹത്താണെന്ന്, ചിലത് പറയുന്നത് ഹലാലാണ്. ഇതൊക്കെ എവിടെ കിട്ടി വിധി? ഇതൊക്കെ എങ്ങനെ കിട്ടുക? ഖുർആനിൽ ഇപ്പോൾ എല്ലാത്തിനും വിധി ഇങ്ങനെ ഇത് ഇന്നത് ഹറാമാണ്, ഇന്നത് ഹലാലാണ്, ഇന്നതൊക്കെ സുന്നത്താണെന്ന് ഖുർആൻ ഹദീസിലൊക്കെ ഇങ്ങനെ ഓരോന്നിനെ പറ്റി ഇങ്ങനെ പറഞ്ഞാൽ അതല്ല. അത് കണ്ട് മനസ്സിലാക്കാൻ അതിന് പ്രാപ്തരായിരിക്കുന്ന ഉലമാക്കളുണ്ട്, ഈ വിഷയത്തിൽ പ്രാവീണ്യം നേടിയ ഇതിന്റെ 17ഓളം വരുന്ന ഫന്നുകളിൽ ഇൽമുൽ അറബിയ്യത്തിൽ പിന്നെ നല്ല അഗാധ പാണ്ഡിത്യമുള്ള ആളുകൾ ഇതൊക്കെ വേണ്ട രീതിയിൽ അവർ മനസ്സിലാക്കണം. അപ്പോൾ അവരാണ് തീരുമാനിക്കുന്നത്. അല്ലാഹു തആല അഖീമുസ്സലാത്ത എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു എന്ന് പറഞ്ഞിട്ട് ഖുർആനിൽ നിസ്കാരം നിർബന്ധമാണെന്ന് ഖുർആനിൽ എവിടെയും കാണാൻ കഴിയില്ല. ഉണ്ടോ? നിസ്കാരം നിർബന്ധമാണ് എന്നുള്ള അല്ലാഹു തആല വാജിബ് എന്നുള്ള അർത്ഥത്തിന് അല്ലാഹു നിങ്ങൾക്ക് നിസ്കാരം നിർബന്ധമാക്കിയിരുന്നു ഖുർആൻ എവിടെ നോക്കിയാൽ ഖുർആനിൽ നിന്ന് തെരഞ്ഞാൽ കാണൂല. പക്ഷേ ഖുർആൻ ഉണ്ടത്. അല്ലെ സക്കാത്ത് നിർബന്ധമാണ്, ഹജ്ജ് നിർബന്ധമാണ് എന്ന് നിർബന്ധമാണെന്നുള്ള ഈ പദം നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല ഖുർആനിൽ. പക്ഷേ ഖുർആൻ ഉണ്ടത്. അത് കണ്ടുപിടിക്കാൻ കഴിവുള്ള ആളുകൾ അത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മൾ പരത്തി പറഞ്ഞാൽ നമുക്ക് ആകാൻ ഫിഷന ചുരുക്കത്തിൽ ഫശറയ്യു എന്താണ് എന്താണ് റസൂലിന്റെ തീരുമാനമാണ്. റസൂലിന്റെ തീരുമാനമുള്ളതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല ചിലത് വിധിക്കാൻ അല്ലാഹു തആല അല്ലാഹുവിന്റെ ഖുർആൻ വിശദീകരിക്കാനുള്ള ഓർഡർ കൊടുത്തത് ആർക്കാണ്? അല്ലാഹുവിന്റെ പ്രവാചകന് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പ്രവാചകൻ എന്ത് ചെയ്യും? ചില കാര്യങ്ങൾ ഹലാലാണെന്ന് ഹറാമാക്കുന്നുണ്ട്. അത് അല്ലാഹുവിന്റെ അനുമതി പ്രകാരം അവിടെ അറിയിക്കുക. അല്ലാഹുവിന്റെ ഹുക്ം വെളിപ്പെടുത്താണ് പ്രവാചകൻ. ഷാരി ഹാക്കിം അല്ലാഹു മാത്രമേ ഉള്ളൂ. ഷറൈന്റെ വീക്ഷണത്തിൽ ഷറൈ ആ വിധി വിധിക്കാൻ ആർക്ക് മാത്രമേ പറ്റുകയുള്ളൂ? അല്ലാഹുവിന്. ഇനിൽ ഹുക്കും ഇല്ലാലില്ല എന്ന് പറയാൻ എന്താ സുഹൃത്തുക്കളെ? ഇനിൽ ഹുക്കും ഇല്ലാലില്ല എന്ന് പറഞ്ഞാൽ വിധി അല്ലാഹുവിന് മാത്രം. അതേത് വിധിയാ? ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ വിധിയെന്ന് നിങ്ങൾ ഏതാ മനസ്സിലാക്കിയത്? ഇനിൽ ഹുക്കും ഇല്ലാലില്ല എന്ന് പറഞ്ഞേ അല്ലാഹുവിന് മാത്രമാകുന്നു വിധി എന്ന് പറഞ്ഞാൽ ആ വിധി ഏത് വിധിയാണ് നിങ്ങൾക്ക് മനസ്സിലാൻ മാത്രം വിഷയം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ പറയൂ അതേത് വിധിയാ? അത് അഖലിയാണോ ആദിയാണോ ഷറയ്യാണോ? ഇനിൽ ഹുക്കും ഇല്ലാലില്ല വിധി അല്ലാഹുവിന് മാത്രമാണെന്ന് പറഞ്ഞാൽ അത് ഏത് വിധിയാ? ബുദ്ധിപരമായ വിധിയാണോ അല്ലെങ്കിൽ അഖലിയാ അല്ല ആദിയാ വിധിയാണോ അല്ലെങ്കിൽ ഷറയ്യാ വിധിയാണോ? എല്ലാ വിധിയും ഒരു മറുപടി അതെ ഷറയ്യാ വിധിയാണ് തീർച്ചയായിട്ടും. മനസ്സിലായില്ലേ? ലൈസ ഖിതാബിനെ ലൈസ മിന ഷറയ്യി. അതെ നബിയുടെ ഖിതാബ് ഷറയല്ല, ശരിയാണ്. റസൂലുള്ളാഹിന്റെ ഖിതാബ് എന്തായാലും ഷറയപ്പെടില്ല. റസൂലുള്ളാഹിന്റെ ഖിതാബ് ഷറയല്ല, ഖിതാബുല്ലാഹിൽ മുതഅല്ലിഖു ബിഅഫ്ആലിൽ മുകല്ലഫിൻ. ഇൻഷാ അല്ലാഹ് വിശേഷം വരും. അപ്പോൾ എന്താണ് ഇനിൽ ഹുക്കും ഇല്ല എന്ന് ഖുർആനിൽ പറഞ്ഞാൽ എല്ലാ വിധിയും അല്ലാഹുവിനോട് വെച്ചാൽ നമുക്കിപ്പോൾ എന്ത് തീരുമാനിക്കാം? വെള്ളം 100 ഡിഗ്രി ചൂടാകുമ്പോൾ വെള്ളം 100 ഡിഗ്രി ചൂടാകുമ്പോൾ തിളക്കുന്നു എന്നുള്ള വിധി പറയാൻ ഇപ്പോൾ ആർക്ക് മാത്രമേ അവകാശമുള്ളൂ? അല്ലാഹുവിന് മാത്രമേ അവകാശമുള്ളൂ എന്നാണോ? അതല്ല, അത് നമുക്കൊക്കെ വിധിക്കാൻ സാധിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അല്ലാഹു തആലക്ക് മാത്രമാണ് വിധി എന്ന് പറഞ്ഞാൽ അത് ശറഈയായ ഹുക്കുമാണ്. അത് ശറഈയായ ഹുക്കും മാത്രമാണ്. ഏത് ഒരു കാര്യം നിർബന്ധമാണെന്ന് പറഞ്ഞാൽ അത് പരലോകത്ത് ചെയ്തിട്ടില്ലെങ്കിൽ ശിക്ഷയുണ്ടെന്നും ദുനിയാവിലെ ചെയ്തിട്ടില്ല പരലോകത്ത് ശിക്ഷയുണ്ടെന്നും അതുപോലെ തന്നെ ദുനിയാവിൽ അത് കാരണമായിട്ട് അയാൾക്ക് ആക്ഷേപമുണ്ടെന്ന് എന്നുള്ള രൂപത്തിലുള്ള അല്ലാഹു തആലയുടെ വിധിയാണെങ്കിൽ അതിന് ഹറാം നോക്കുമ്പോൾ അപ്പോൾ ഷറഈ ഖിതാബുല്ലാഹി ഷറഈയായിരിക്കുന്ന വിധി എന്ന് പറഞ്ഞാൽ ഖിതാബുല്ലാഹി അല്ലാഹുവിന്റെ ഖിതാബാണ്. വിശദമായിട്ട് പിന്നെ വലിയ കിതാബിലേക്ക് പഠിക്കട്ടോ, മൊത്തത്തിലോട്ട് പഠിച്ചു പോവാ. അല്ലാഹുവിന്റെ സംസാരം, അല്ലാഹുവിന്റെ കലാം എന്താണ്? എങ്ങനത്തെ കലാം? ആരുമായി ബന്ധപ്പെട്ടത്? അൽ മുതഅല്ലിഖു ബിഅഫ്ആലിൽ മുകല്ലഫീന, മുകല്ലഫുകളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട സംസാരങ്ങൾ. ഖുർആനിലുള്ള മുഴുവനും ഇപ്പോൾ ഷറഈയാണോ? ഖുർആനിലുള്ള മുഴുവൻ ഷറഈയ വിധികളല്ല. മുകല്ലഫുകളുടെ അതായത് പ്രായപൂർത്തിയും ബുദ്ധിയും ദാവത്ത് എത്തിയതുമായിരിക്കുന്ന ആളുകളുടെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടതായ അല്ലാഹുവിന്റെ കലാമ്, അതാണ് ഷറഈ. പിന്നെ എങ്ങനെ ബന്ധപ്പെട്ടത്? ഒന്നിരിക്കൽ തലബി ഇന്നത് ചെയ്യൂ എന്നുള്ള കൽപ്പനയായിരിക്കാം അല്ലാഹുവിന്റെ ഖിതാബ്. ഇന്നത് ചെയ്യൂ എന്നുള്ള തേട്ടം കൊണ്ടുള്ളതായിരിക്കുന്ന ഖിതാബ് മനസ്സിലായില്ലേ? ഖിതാബ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ സംസാരം, അല്ലാഹുവിന്റെ അത് അംറ് നഹി ഒക്കെ തന്നെ ഖിതാബ്. അല്ലാഹു നഫ്സിയ കലാം എന്ന് പറയാം. അല്ലാഹുവിന്റെ നഫ്സിയ കലാം എന്ന് പറയുന്നത് അല്ലാഹു തആലക്ക് ലിസാനിയ കലാമില്ലല്ലോ. അല്ലാഹുവിന്റെ നഫ്സിയ കലാം, അല്ലാഹു ലിസാൻ ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ നഫ്സിയ കലാം അത് നമ്മൾ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് പിന്നീട് വരും ചെയ്യും. അപ്പോൾ അല്ലാഹു തആല ഇന്നതൊക്കെ ചെയ്യൂ എന്നുള്ള തേട്ടം കൊണ്ടുള്ളത് ഒന്നിരിക്കൽ. അല്ലെങ്കിൽ എന്താണ് എന്തിനാ തേട്ടം? അത് ചെയ്യാനോ ചെയ്യണ്ട എന്നുള്ള തേട്ടില്ല, ചെയ്യണം എന്നുള്ള തേട്ടില്ല. പിന്നെ താവിൽ ഇബാഹത്തി എന്താണത്? ചെയ്യാം ചെയ്യാതിരിക്കുകയും ചെയ്യാം, അങ്ങനെയല്ല സംഗതി വരിക. ഒരു കാര്യം പറയുമ്പോൾ ഒരു കാര്യം അല്ലാഹു തആല പറയുമ്പോൾ ഒന്നിരിക്കലും അത് നിർബന്ധമായി നിങ്ങൾ ചെയ്യണം എന്നുള്ളതായിരിക്കും ഒരു പക്ഷേ. അല്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ചെയ്താൽ നല്ലതാണ് എന്നുള്ളതായിരിക്കും. അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല എന്ന് കർക്കശമായി വിലക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ ചെയ്യാതിരിക്കലാണ് നിങ്ങൾക്ക് നല്ലത് എന്നുള്ള രീതിയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ എത്രയായി? 4 നിങ്ങളുടെ കൂടെ നിൽക്കണം, നല്ലോണം എൻ്റെ കൂടെ നിന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ. ഈ വിഷയം പറയാൻ പറ്റുള്ളൂ. ഖുർആനിൽ അല്ലാഹുവിന്റെ കലാം മാത്രമല്ലേ ഉള്ളൂ. തീർച്ചയായും ഖുർആനിൽ അല്ലാഹുവിന്റെ കലാം മാത്രമേ ഉള്ളൂ. എൻ്റെ കൂടെ ശരിക്കും നിൽക്കണം, അപ്പോൾ നിങ്ങൾ മനസ്സിലാവും. വിഷയം ശ്രദ്ധിക്കുക. ഒരു കാര്യം അല്ലാഹു പറയുമ്പോൾ അത് 5 ഇനത്തിലേ വരുള്ളൂ. കേട്ടോളി, 5 ഇനത്തിൽ അല്ലാഹുവിന്റെ കലാം നമ്മുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വരുള്ളൂ. നമ്മുടെ പ്രവർത്തനങ്ങളുമായിട്ട്, അതാണ് അഫ്ആൽ മുകല്ലഫീന, മുകല്ലഫകളുടെ പ്രവർത്തനവുമായിട്ട് പിന്നെ ബന്ധപ്പെട്ട അല്ലാഹുവിന്റെ ഖിതാബ് സംസാരം 5 ഇനത്തിൽ വരും. ഒന്നിക്കൽ അല്ലാഹു തആല പറയുന്നത് അതെന്തായാലും നിങ്ങൾ നിർബന്ധമായും ചെയ്തിരിക്കണമെന്നായിരിക്കും, എന്തായാലും ചെയ്യണമെന്നുള്ള കൽപ്പനയായിരിക്കാം ഒരു വകുപ്പ്. അങ്ങനെ ഒന്ന്. അല്ലെങ്കിലോ അത് നിർബന്ധമായി ചെയ്യണമെന്നില്ല, നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് നല്ലതാണ്. വാൻ തസൂമു ഖൈറുൽ ലക്കും,
ഉദാഹരണം പറയാ, നിങ്ങൾ യാത്രക്കാരാ, നിങ്ങൾ നോമ്പ് നോൽക്കൽ നിങ്ങൾക്ക് നിർബന്ധമല്ല, ഇളവുണ്ട്, പക്ഷേ നോമ്പ് നോൽക്കലാണ് എന്ത് ഖൈർ എന്നത് പറഞ്ഞു. അപ്പൊ എന്താണത്? അതിന് സുന്നത്ത് എന്ന് പറയും. മനസ്സിലായില്ലേ? നിർബന്ധമായി അഖീമുസ്സലാത്ത നിസ്കരിക്കണമെന്ന് അല്ലാഹു തആല കർക്കശമായി പറഞ്ഞു. നിസ്കരിക്കാത്തവനുണ്ട് ഫവൈലുൽ മുസല്ലീൻ, നിസ്കരിക്കാത്തവന് വൈലെന്ന ഫവൈലുൽ മുസല്ലീൻ അല്ലദീന അൻ സ്വലാത്തിഹിം സാഹൂൻ, നിസ്കാരത്തിൽ അശ്രദ്ധമായിട്ട് നിസ്കരിക്കുന്നവർക്ക് പോലും വൈലെന്ന ചെരുവുണ്ടെന്ന് അല്ലാഹു തആല ഭീതിപ്പെടുത്തി പറഞ്ഞു, ഭയപ്പെടുത്തി പറഞ്ഞു. വൈലെന്ന ചെരുവ് നിസ്കരിക്കുന്നവർക്ക് ഉണ്ട്. അതെങ്ങനെ നിസ്കരിക്കുന്നവർക്ക് അതിൽ ശ്രദ്ധിക്കാതെ വേറെ ഏതോ ദുനിയാവിൽ ചിന്തിച്ചുകൊണ്ട് നിസ്കരിക്കുന്നവർക്ക് തന്നെ വൈലുണ്ട്. നിസ്കരിക്കാത്തവന് മാ സലക്കക്കും ഫീ സഖർ, നിങ്ങൾ എന്താണ് നരകത്തിൽ കടന്നതെന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ എന്തുകൊണ്ട് നരകത്തിൽ കടന്നു അവർ ചോദിക്കുമ്പോൾ പരസ്പരം ചോദിക്കുമ്പോൾ അല്ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കുന്നവർ പെട്ടിരുന്നില്ല. അപ്പോൾ നിസ്കരിച്ചിട്ടില്ലെങ്കിലും നരകത്തിലാകുമെന്നാണ് ഇപ്പോൾ ആയത്തിന്റെ ആശയം. ഇങ്ങനെ ശക്തമായ താക്കീത് മുഖേന ഭയപ്പെടുത്തിയിട്ടോ അല്ലാഹു തആല ഇന്നത് നിങ്ങൾ ചെയ്യാൻ നിർബന്ധമാണ് എന്നുള്ള രീതിയിലുള്ള കൽപ്പന ആയിരിക്കാം ഒന്നുകിൽ. അല്ലെങ്കിൽ നിങ്ങൾ നോമ്പുകാരന്റെ വിധി എടുത്ത് പറയാം, നോമ്പുകാരൻ യാത്രക്കാരനാ, നോമ്പുകാരൻ നിങ്ങൾ മനുഷ്യൻ റമദാൻ മാസത്തിലൊക്കെ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാൻ തസൂമു ഖൈറൊക്കെ നിങ്ങൾ നോമ്പ് ഒരിക്കലാണെങ്കിൽ അതാണ് ഖൈർ എന്നുള്ള രീതിയിൽ ഒരിക്കൽ ചെയ്യലാണ് ഖൈർ എന്ന രീതിയിലായിരിക്കാം. അല്ലെങ്കിൽ അവിൽ ഇബാഹത്തി, ഇതിൽ കിതാബിൽ നോക്കും, അവിൽ ഇബാഹത്തി, അല്ലെങ്കിൽ എന്താണ് ചെയ്യുകയും ചെയ്യാം ചെയ്യാതിരിക്കുകയും ചെയ്യാം, അങ്ങനെ ആയിരിക്കും. ഇതുപോലെ പിന്നെ അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ എന്ന് പറഞ്ഞു. അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ, അല്ലാഹു തആല കച്ചവടത്തെ നിങ്ങൾക്ക് എന്താക്കിയിരിക്കുന്നു? ഹലാലാക്കിയിരിക്കുന്നു എന്നാണ്. നിങ്ങൾ വേണമെങ്കിൽ ചെയ്യാം ചെയ്യാതിരിക്കാം. അപ്പോൾ എന്താണ് ഇബാഹത്ത് എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്ക് ചെയ്യാം ചെയ്യാതിരിക്കാം, ഈ മൂന്നാണ് രൂപത്തിലായിരിക്കണ്ട. അപ്പോൾ തലബ് എന്നുള്ളതിൽ ഏത് പെട്ടെന്നറിയോ? നോക്കാം, തലബ് എന്നുള്ളതിൽ ഉസൂൽ ഫിഖ് എന്ന് പറയാം. ഇതിന് ഫിഖിന്റെ ഓരോ കാര്യങ്ങൾ നിർബന്ധമാവുന്നതിനും കറാഹത്താവുന്നതിനും ഹറാമാവുന്നതിനും അത് അനുവദനമാവുന്നതിനുള്ള ഒരു നിദാനമുണ്ട്, ഒരു അടിസ്ഥാനമുണ്ട്. അതെങ്ങനെയാണ്? ഖുർആനിൽ ഇപ്പോൾ ഖുർആൻ നോക്കിയാൽ ഇപ്പോൾ നിസ്കാരം നിർബന്ധമാണോ, അല്ലെങ്കിൽ പിന്നെ വ്യഭിചരിക്കൽ ഹറാമാണെന്ന് കാണൂല, അതുപോലെ തന്നെ കളവ് പറയൽ ഹറാമാണെന്ന് കാണൂല, പക്ഷേ അതൊക്കെ അതിലുണ്ട്. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നത്? അതൊക്കെ ഉലമാക്കൾ അതിന് കുറേ വകുപ്പ് തിരിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് ആ വകുപ്പ് തിരിക്കുന്ന രൂപ അവിടെ പറഞ്ഞിരിക്കുന്നത്? അള്ളാഹുവിന്റെ കലാമ്, മുക്കല്ലഫുകളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കലാമ്, ഒന്നിരിക്കൽ ബി തലബി, അത് ഇന്നത് ചെയ്യുന്നോ അല്ലെങ്കിൽ ചെയ്യരുതെന്നോ ഉണ്ടാക്കുന്ന തേട്ടം ഉണ്ടായിരിക്കും അള്ളാഹുവിന്റെ ഖിതാബ് ഉണ്ടാവുക. അല്ലെങ്കിൽ അവൻ ഇബാദത്ത് ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. അവൻ വലഇലഹുമ, അല്ലെങ്കിൽ ഇന്നത് ചെയ്യണമെന്നുള്ളതിനുള്ള വലുവോ, അല്ലെങ്കിൽ ഇന്നത് ഹലാലാണെന്നതിനുള്ള ഒരു വലുവോ ആയിരിക്കും, അത് പിന്നെ വലു കൊണ്ടായിരിക്കും അള്ളാഹുവിന്റെ ഖിതാബ് ഉണ്ടാവുക എന്ന് നോക്കുമ്പോൾ ഫദഖല, നമ്മൾ ഇൻഷാ അല്ലാഹ് വലു എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. ഫദഖല ഫീ ഖൗലിന, അപ്പോൾ നമ്മുടെ കൗലിൽ കടന്നു, ബി തലബി, തലബ് എന്ന് പറഞ്ഞാൽ മെത്തരി, ആ തലബ് എന്നതിൽ കടന്നു അർബഅത്തു, പിന്നെ അർബഅത്തു 4 കാര്യം അതിൽ കടന്നു. ഏതൊക്കെയാണ് 4 കാര്യങ്ങൾ? അതാണ് ഇനി വിശദീകരിക്കാൻ പോകുന്നത്. ഒന്ന് നോക്കാം. അർബഅത്തുൻ, അപ്പം അല്ലാഹു തആല അല്ലാഹുവിന്റെ കലാം ഒന്നിക്കൽ ഇന്നത് ചെയ്യൂ എന്നുള്ള തേട്ടമായിരിക്കാം. തേട്ടത്തിൽ 4 കാര്യം കടന്നു. ഏതൊക്കെയാണ്? വഹുവ തലബുൽ ഫിഇലി, ഒന്നിക്കൽ ഇന്നത് ഒരു പ്രവർത്തനത്തെ തേടലായിരിക്കും അല്ലാഹു തആല നമ്മോട് ചെയ്യുന്നത്. തലബൻ ജാസിമൻ, നിർബന്ധമായ തേട്ടമായിരിക്കും അല്ലാഹു തആല നമ്മോട് തേടുന്നത്. ഇതുപോലെ കൽ ഈമാൻ ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കണമെന്നുള്ള കൽപ്പന എന്ത് കൽപ്പനയാണത്? ആ നിർബന്ധമായും അള്ളാഹുവിൽ വിശ്വസിക്കണമെന്നുള്ള നിർബന്ധമായ തേട്ടമാണ് അള്ളാഹു നമ്മിൽ നിന്ന് തേടുന്നത്, അല്ലേ? സംശയമുണ്ടോ? ബബി റസൂലിഹി, അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ കൊണ്ട് വിശ്വസിക്കണം എന്നുള്ളത് പോലെയുള്ള നിർബന്ധമായ തേട്ടമായിരിക്കും അള്ളാഹു നമ്മൾ ആവശ്യപ്പെടുന്നത്. ആമിനു ബില്ലാഹി വബി റസൂലിഹി, നിങ്ങൾ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കണം, അവന്റെ പ്രവാചകന്മാരെ കൊണ്ട് വിശ്വസിക്കണം എന്നുള്ള തേട്ടം അത് നിർബന്ധമായ തേട്ടമാണ്. വേണമെങ്കിൽ വിശ്വസിക്കാം. ഖവായിദുൽ ഇസ്ലാമിൽ ഹംസി, ഇസ്ലാമിന്റെ 5 അടിസ്ഥാന കാര്യങ്ങളെ പോലെ. ഏതൊക്കെ ഇസ്ലാമിന്റെ 5 അടിസ്ഥാന കാര്യങ്ങൾ ഏതൊക്കെയാണ്? നമുക്കറിയാലോ, ഷഹാദത്ത് കലിമ ഉച്ചരിച്ച്, പിന്നെ നിസ്കാരം, നോമ്പ്, സക്കാത്ത് തുടങ്ങിയായിരിക്കും 5 കാര്യങ്ങൾ. ഈ 5 കാര്യങ്ങൾ അള്ളാഹു നമ്മൾ എങ്ങനെയാണ് ആവശ്യപ്പെടുന്നത്? വേണമെങ്കിൽ ചെയ്തോളി, ഇത് വേണമെങ്കിൽ ചെയ്യേണ്ട ഈ രൂപത്തിലാണോ? അല്ല, അത് നിർബന്ധമായി നിങ്ങൾ വിശ്വസിച്ചിരിക്കണമെന്ന് അള്ളാഹു തആല നമ്മോട് പറയുന്നത്. ആ നിർബന്ധത്തിന്റെ അർത്ഥം എന്താണ്? ആ നിർബന്ധത്തിന്റെ അർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞത്, ചെയ്താൽ കൂലിയുള്ളതും ചെയ്തിട്ടില്ലെങ്കിൽ ശിക്ഷയുള്ളതും. അത് നമ്മൾ വാജിബ്, ഫർള് എന്നൊക്കെ പറയുന്നത്. ഫർള് എന്ന് പറഞ്ഞാലും വാജിബ് എന്ന് പറഞ്ഞാലൊക്കെ ഒന്ന് തന്നെ കേട്ടോ. വാജിബ് എന്ന് പറഞ്ഞാലും ഫർള് എന്ന് പറഞ്ഞാലൊക്കെ ഒന്ന് തന്നെ. അപ്പം 5 വക്ത് നിസ്കാരം ഫർളാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹു തആല നിർബന്ധമായിട്ട് നമ്മോടത് ചെയ്യാൻ വേണ്ടി തേടിയിരിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പോൾ അതാണ് കൽ ഈമാൻ ബില്ലാഹി വബി റസൂലിഹി വക ഖവായിദുൽ ഇസ്ലാമിൽ ഹംസി, അള്ളാഹിനെ കൊണ്ടും പ്രവാചകന്മാരെ കൊണ്ടുള്ള വിശ്വാസം പോലെ, ഇസ്ലാമിന്റെ 5 അടിസ്ഥാന നിയമങ്ങളെ പോലെ, വരഹബിഹിമ, ഇതുപോലുള്ള വിഷയങ്ങളൊക്കെ തന്നെ എന്താണ്? ഇപ്പോൾ സക്കാത്ത്, അതുപോലെ പിന്നെ മാതാപിതാക്കൾ എന്ത് ചെയ്യണം? അവർക്ക് ഗുണം ചെയ്യണം. മാതാപിതാക്കൾ ഗുണം ചെയ്യണം, അയൽവാസികളോട് നല്ല രീതിയിൽ പെരുമാറണം, എന്ത് ചെയ്യാൻ പാടില്ല, കളവ് പറയാൻ പിന്നെ എന്ത് ചെയ്യണം? അവരോട് വിശ്വസ്തത പാലിക്കണം, വിശ്വസിച്ചേൽപ്പിച്ച മുതൽ തിരിച്ചു കൊടുക്കണം, തുടങ്ങിയതായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതുപോലായിരിക്കുന്ന ഒരു കാര്യം നമ്മളിൽ നിന്ന് നിർബന്ധമായ നിലക്ക് ചെയ്യാനുള്ള തേട്ടമായിരിക്കാം ഒന്നിരിക്കൽ. അതാണ് അൽ ഈജാബ് എന്ന് പറയുന്നത്. അങ്ങനെ അല്ലാഹു തആല നിർബന്ധമാക്കുന്ന സംഗതിക്കാണ് അൽ ഈജാബ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? പിന്നെ വന്നദ്ബു, അപ്പോൾ എന്തായി? നമ്മളിവിടെ അല്ലാഹു തആല നമ്മൾ ഒരു കാര്യം തേടുമ്പോൾ നമ്മൾ ഏത് പിന്നെ ഫദഖല ഫീ ഖൗലിന, നമ്മുടെ കൗലിൽ കടന്നു. എന്താ നമ്മുടെ കൗല്? അബി തലബി, തലബ് കൊണ്ടുള്ള അള്ളാഹുവിന്റെ ഖിതാബ് എന്നുള്ളതിൽ അർബഅത്തുൻ 4 കാര്യം, അൽ ഈജാബ്, അല്ലാഹു തആല നിർബന്ധമാക്കി പറയുന്ന ഒരു വിഷയം. അതേതാണ്? വഹുവ തലബുൽ ഫീലി തലബൻ ജാസിമൻ, ഒരു പ്രവർത്തനത്തെ നിർബന്ധമായും ആവശ്യപ്പെടുക എന്നുള്ളതാണ്. കൽ ഈമാൻ ബില്ലാഹി, അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കും പോലെ, വബി റസൂലിഹി, അവന്റെ റസൂലിനെ കൊണ്ട് വിശ്വസിക്കും പോലെ, വക ഖവായിദുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ഖവായിദുകളെ പോലെ, അൽ ഹംസി 5 വൻ ഹബീമ അതുപോലെ. അപ്പോൾ അങ്ങനെ ഒന്ന് കഴിഞ്ഞു. രണ്ടാമത്തത് വൻ നദ്ബു, നദ്ബും അതിൽപ്പെട്ട്. എന്തൊക്കെയാണ് നദ്ബ്? എന്താ നദ്ബ് എന്ന് പറഞ്ഞാൽ? ഒരു സംഗതി സുന്നത്താന്ന് പറഞ്ഞാൽ, ഇപ്പൊ മനസ്സിലായില്ലേ? ഫർള് എന്ന് പറഞ്ഞാലും വാജിബ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ നിന്ന് അല്ലാഹു തആല ഇന്നത് ചെയ്യണം, നിർബന്ധമായിട്ട് ഇന്നത് ചെയ്യണം എന്നുള്ള തേട്ടമാണെങ്കിൽ അതിന് നിർബന്ധം, അതിനെന്താ പറയാ? ഉജൂബ്, ഫർള് എന്നൊക്കെ പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ 5 വക്ത് നിസ്കാരം ഫർളാണെന്ന് പറഞ്ഞാൽ, 5 വക്ത് നിസ്കാരം വാജിബാണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? അള്ളാഹു നമ്മിൽ നിന്ന് നിർബന്ധമായി ഇത് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. തിരിഞ്ഞല്ലോ അല്ലേ? അപ്പോൾ ഇതിന്റെ എന്താ ഫർള് നിസ്കാരം? തിരിഞ്ഞു. അടിസ്ഥാനപരമായ വിഷയമാണിത്. പിന്നെ മറ്റൊന്ന്, ഇന്ന കാര്യം സുന്നത്താണ്. ഫർള് നിസ്കാരത്തിന് ശേഷം ളുഹർ നിസ്കാരത്തിന് ശേഷം 2 റക്അത്ത് നിസ്കരിക്കൽ സുന്നത്താകുന്നു എന്ന് പറഞ്ഞാൽ എന്താ സുന്നത്തിന്റെ അർത്ഥം? അത് കേട്ടോളി, ആ സുന്നത്തിൽ പഠിച്ചോളി. വഹുവ അത് തലബുൽ ഫിഇലി തലബൻ ഗൈറ ജാസിമിൻ, ഒരു പ്രവർത്തനത്തിനെ നമ്മൾ ആവശ്യപ്പെടലാണ്. തലബൻ ഗൈറ ജാസിം, നിർബന്ധമല്ല, നിങ്ങൾക്ക് ചെയ്താൽ നല്ലതാണ്, ചെയ്യാനുണ്ടെങ്കിൽ അതാണ് ഖൈർ എന്ന്. അപ്പോൾ നേരത്തെ പറയാം, വാൻ തസൂമു ഖൈറുൽ ലക്കും, നോമ്പോൽക്കലാണ് ഏറ്റവും നല്ലത്,
അങ്ങനെ തന്നെ പറഞ്ഞോളൂ കേട്ടോ. അതൊരു പദമാണ്, അതൊരു സീഗ, ഒരു പദം മാത്രമാണ് അങ്ങനെയുള്ളത്. ചെയ്താൽ നിങ്ങൾക്ക് നല്ലതാണ് എന്നുള്ള രീതിയിൽ നിർബന്ധമായ തേട്ടമില്ലെങ്കിൽ അത് നദ്ബ് സുന്നത്ത് എന്ന് പറയും. സലാത്തിൽ ഫജ്രി വനഹവിയ, സുബഹിന്റെ മുമ്പിൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം പോലെ വനഹവിയ, അതുപോലുള്ള മറ്റുള്ള സുന്നത്തുകളെ പോലെ മനസ്സിലായി. ദുഹറിന് മുമ്പിൽ 4 റക്അത്ത്, ദുഹറിന് ശേഷം 4 റക്അത്ത് തുടങ്ങിയതായിരിക്കുന്ന വിഷയങ്ങളൊക്കെ തന്നെ. അതൊക്കെ എന്താണ്? അല്ലാഹു തആല എന്താണ് നിർബന്ധമായി നിങ്ങൾ ദുഹർ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് 4 റക്അത്ത് അല്ലെങ്കിൽ 2 റക്അത്ത് നിസ്കരിക്കണം. സലാത്തുൽ ഫജ്ർ എന്ന് പറഞ്ഞാൽ ഫജ്ർ സുബഹി നിസ്കാരമല്ല, അത് ഏതായാലും ഫർള് സുന്നത്തല്ലല്ലോ. സലാത്തുൽ ഫജ്ർ എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഫജ്ർ എന്ന് വെച്ചാൽ ഇവിടെ സുന്നത്ത് നിസ്കാരമായിരിക്കും, സുന്നത്ത് നിസ്കാരം. മറ്റത് പിന്നെ സുബഹി നിസ്കാരമാണെങ്കിൽ ഇപ്പോൾ അത് നദ്ബിന് കൊടുത്തിടാൻ പറ്റുമല്ലോ. നിങ്ങളെ പറഞ്ഞ സംശയം സ്വാഭാവികമാണ്, ഞാനത് നോക്കിയിട്ടുണ്ട്. അതിന്റെ ഷറഹിലൊക്കെ വനഹവിഹ എന്ന് പറഞ്ഞുകൊണ്ട് മിനൽ മന്ദൂബാത്തി എന്നാണ് പറയുന്നത് ഷറഹിൽ. അതിന്റെ അർത്ഥം എന്താണ്? ഫജ്ർ നിസ്കാരം പോലെ വനഹവി, അതുപോലെ സുന്നത്ത് പോലെ. അപ്പം സുബഹി നിസ്കാരമല്ല, സലാത്തുൽ ഫജ്ർ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കണം? സുന്നത്ത് നിസ്കാരമായിരിക്കണം. അല്ലെങ്കിൽ സലാത്ത് നഫിൽ ദുഹരി എന്നൊക്കെ ആണ് നമുക്ക് ഉദാഹരണം അങ്ങനെ മനസ്സിലാക്കാം. ഏതൊന്നും സുന്നത്ത് നിസ്കാരം പോലെ എന്നാണ് ഉദ്ദേശമുള്ളൂ. പിന്നെ വനഹവിഹ എന്ന് പറഞ്ഞാൽ അതുപോലെയുള്ളത് എന്ന് കൂട്ടാം. അപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ ഒരു കാര്യം നിർബന്ധമാണ്, ഒരു കാര്യം ഫർളാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നമുക്ക് മനസ്സിലായി. എന്താണ്? ഈമാൻകാര്യം 5 അല്ല, ഈമാൻകാര്യം ഇസ്ലാംകാര്യം 5 അവകൾ അറിയൽ ഫർളാണ്. എന്താണ് ഈ ഫർളിന്റെ അർത്ഥം? നമ്മൾ പഠിച്ചു. ഫർള് എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല നമ്മിൽ നിന്ന് നിർബന്ധമായ നിലക്ക്, ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ നിർബന്ധമായ നിലക്ക് നമ്മളോട് വിശ്വസിക്കാൻ വേണ്ടി കൽപ്പിച്ചത്, അല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചതിനാകുന്നു വിശ്വാസത്തിൽ പെടും കേട്ടോ. അതിപ്പോൾ പറഞ്ഞത് ഇപ്പോൾ ഞാൻ ഫർള് എന്നുള്ളതിന് പറഞ്ഞാൽ ഈ വിശ്വാസപരമായ കാര്യം ശറിയ ഹുക്കുമിൽ പെടൂല. നമ്മുടെ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമേ ഈ ശറിയ ഹുക്കുമിൽ പെടുള്ളൂ. പോട്ടെ, അടുത്ത വിഷയം. അപ്പോൾ സുന്നത്താണ് നമുക്ക് മനസ്സിലായി. സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നിർബന്ധമല്ലാത്ത രീതിയിലുള്ള തേട്ടത്തിനാകുന്നു സുന്നത്ത് എന്ന് പറയുന്നത്. പിന്നെ അപ്പം തലബ് എന്ന് കഴിഞ്ഞപ്പോൾ എന്താണ്? തഹരീമ, ഹറാമും കൂടി ഉൾപ്പെട്ട് അല്ലാഹു തആല നമ്മുടെ ഒരു പ്രവർത്തനം ചെയ്യാന്ന് പറഞ്ഞാൽ തലബ് എന്ന് പറഞ്ഞത് ഏതിൽ പെട്ട്? തഹരീമും പെട്ട്. അതേതൊക്കെയാണ് ആ തഹരീം? ഹുവ തലബുൽ കഫി. അപ്പോൾ സംഗതി ചെയ്യാൻ പാടില്ല ഹറാമാന്ന് പറഞ്ഞാൽ തലബുൽ കഫി, ചെയ്യരുത് എന്നുള്ള തേട്ടമാണ്. അപ്പൊ തലബിൽ പെട്ടത്. തലബ് എന്ന് പറഞ്ഞാൽ ചെയ്യണമെന്നുള്ള തേട്ടം പെട്ട്, ചെയ്യരുത് എന്നുള്ള തേട്ടം പെട്ട്. ചെയ്യരുതെന്നാകുമ്പോൾ ഹറാമായി. നിർബന്ധമായ തേട്ടമാകുമ്പോൾ എന്തായിരുന്നു? ചെയ്യാൻ പാടില്ല, നിർബന്ധമായും ചെയ്യാൻ പാടില്ല, ഒരു നിലക്കും ചെയ്യാൻ പാടില്ല എന്നുള്ള തേട്ടമാണെങ്കിൽ അത് ഹറാമായി. അതുപോലെ ഓഹോ തലബുൽ കഫി, അത് ഒഴിവാക്കണം എന്നുള്ള തേട്ടമാണ്. ഞാൻ ഫീലി പ്രവർത്തിക്കുന്നതിനെ തൊട്ടുകൊണ്ട് കഫ് ചെയ്യണം, അകന്ന് നിൽക്കണം. ഈ കഫ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ പറയുക? അതിൽ കഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് അതിലേക്ക് ഒരു ആഗ്രഹം ഉണ്ടാകും. ആ ആഗ്രഹത്തെ തടുക്കുക എന്നുള്ളതാണ്. ഏത് ദോഷത്തിലേക്കും നമ്മുടെ മനസ്സിലെന്തുണ്ടാവും? നഫ്സു അമ്മാറത്തും ബിസൂ, നമ്മുടെ നഫ്സൊക്കെ ഇതിനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും, ചീത്തയെ എപ്പോഴും കൽപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതിനെ തൊട്ട് നമ്മൾ കഫിനെ തടുത്ത് നിർത്തുക, നമ്മുടെ ആത്മാവ്, നമ്മുടെ ശരീരത്തെ തടുത്ത് നിർത്തുക എന്നുള്ളതിനാണ് കഫ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് പ്രതിഫലമുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ആൾ കള്ള് കുടിക്കാതിരുന്നാൽ കള്ള് കുടിക്കണമെന്നാണ് ഇവന്റെ മനസ്സിന്റെ ആഗ്രഹം. അപ്പൊ എന്താണ്? അല്ലാഹു തആല പറയുന്നു പാടില്ല, കഫ് തടഞ്ഞു നിർത്തണം. അപ്പോൾ അതിനെന്താ? അവിടെ നമുക്ക് അവിടെ പ്രതിഫലം കിട്ടുകയാണ്. അപ്പോൾ തലബുൽ കഫി അത് അനിൽ ഫീലി, പ്രവർത്തനത്തെ തൊട്ട് തടുത്ത് നിർത്തണം എന്നുള്ള തേട്ടമാണ്. തലബൻ ജാസിമ, നിർബന്ധമായ നിൽക്കുന്ന തേട്ടാണ്. അതൊരു കാരണവശാലും അത് ചെയ്യാൻ പാടില്ല എന്നുള്ള നിർബന്ധമായ തേട്ടമാണെങ്കിൽ അതിനാണ് തഹരീം എന്ന് പറയുന്നത്. കശിർക്ക് ബില്ലാഹി, കണ്ടോ? അള്ളാഹുവിൽ ശിർക്ക് വെക്കും പോലെ അല്ലാഹു തആല എന്ന് പറഞ്ഞു ശിർക്ക് വെക്കാൻ പാടില്ല, നിർബന്ധമായിട്ടും അള്ളാഹുവിൽ ശിർക്ക് വെക്കാനേ പാടില്ല എന്ന് കർക്കശമായ നിലക്ക് അല്ലാഹു തആല പറഞ്ഞ കാര്യമാണ്. പിന്നെ ശിർക്ക് ബില്ലാഹി, കാരണം മനുഷ്യൻ എന്താക്കും? മനുഷ്യന് ശിർക്ക് എന്തിനാ പല ദൈവങ്ങളോട് ആരാധിച്ചപ്പോൾ എന്താ പ്രശ്നം? അവിടെ പോയിട്ട് ഒന്ന് കുമ്പിടുക. അമേരിക്ക പോയാൽ അവിടുത്തെ രാജാവിന് കുമ്പിടുക, അല്ലെങ്കിൽ അവിടുത്തെ ദൈവത്തിന് കുമ്പിടുക. ജപ്പാനിൽ പോയാൽ അവിടുത്തെ ദൈവത്തിന് കുമ്പിടുക. മനുഷ്യന്റെ മാനസികമായ തേട്ടം ഒരുപക്ഷെ അതായിരിക്കാം. പക്ഷെ എന്താണ്? അല്ലാഹു പറയുന്നു കഫ്, നമ്മുടെ നഫ്സിനെ കഫ് ചെയ്യണം. ഒരു പ്രവൃത്തി നമ്മുടെ ശരീരത്തിന് പ്രവർത്തിക്കുന്നതിന് നമ്മൾ തടഞ്ഞു നിർത്തണം എന്നുള്ള തേട്ടം അവിടെ ഉണ്ട്. ശിർക്ക് ബില്ലാഹി റിബ അല്ല സിന, കണ്ടോ? വ്യഭിചാരം പോലെ. വ്യഭിചാരത്തിലേക്ക് മനുഷ്യന്റെ ഹൃദയം ഇങ്ങനെ ആഗ്രഹിക്കും. പക്ഷെ അല്ലാഹു പറയുന്നു അത് ചെയ്യാൻ പാടില്ല. നിങ്ങൾ കഫ് ചെയ്യണം, നിങ്ങളെ ശരീരത്തെ നിങ്ങൾ നിയന്ത്രിക്കണം, കഫ് ചെയ്യണം എന്നുള്ള വനഹവീമ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ. മനസ്സിലായില്ലേ? അപ്പൊ ശിർക്ക് ചെയ്യരുത് എന്നുള്ള ഒരു എന്താണ്? ശിർക്ക് ചെയ്യരുത് എന്നുള്ളതായിരിക്കുന്ന ഒരു പ്രവർത്തന ഒരു തേട്ടമാണെന്നുണ്ടെങ്കിൽ അതാണ്. അപ്പൊ ശിർക്ക് ഹറാമാന്ന് നമുക്ക് മനസ്സിലായില്ലേ? അതുപോലെ വ്യഭിചരിക്കരുത് എന്നുള്ള തേട്ടമാണ് കർക്കശമായ നിലക്ക്. വലാ തഖ്റബു സിനാ ഇന്നഹു കാന ഫാഹിശതൻ വസഅ സബീല. അതിന് ഒരു മക്കൾ മനസ്സിലാക്കി, വ്യഭിചാരത്തിലേക്ക് അടുക്കരുത്, അത് വളരെ മോശപ്പെട്ട പ്രവർത്തനമാണ്, വികാരപൂർത്തീകരണത്തിന് ചീത്തയായിരിക്കുന്ന ഒരു മാധ്യമവുമാണത്. വസാസബീല, ഒരു വികാരപൂർത്തീകരണത്തിന് വളരെ മോശപ്പെട്ടതായിരിക്കുന്ന ഒരു രീതിയാണ് വ്യഭിചാരം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? വികാരപൂർത്തീകരണത്തിന് അനുവദനീയമായ മാർഗ്ഗമുണ്ട്, അതിൽ മാത്രമേ പ്രവേശിക്കാൻ പാടുള്ളൂ. വ്യഭിചാരത്തിലേക്ക് അടുക്കരുത്. അപ്പൊ കർക്കശമായ വിലക്കാണ്, അടുക്കാൻ പാടില്ല എന്നുള്ളത്. അതാണ് തലബുൽ കഫി അനിൽ ഫീലി, ഒരു പ്രവർത്തിയെ തൊട്ടുള്ള കഫിനെ അല്ലാഹു അവിടെ തേടിയിരിക്കുന്നത്. അതുകൊണ്ട് വ്യഭിചാരം ഹറാമാണെന്ന് നമ്മൾ വിരിക്കുന്നു, ഒരമാക്കൾ വിരിക്കുന്നു. മനസ്സിലായില്ലേ? അല്ലാതെ ഖുർആൻ നോക്കിയാൽ വ്യഭിചാരം ഹറാമാണെന്ന് കാണാൻ കഴിയൂല. വ്യഭിചാരം ഹറാമാണെന്ന് ഖുർആൻ നോക്കിയാൽ എവിടെയും കാണാൻ കഴിയൂല. അത് മനസ്സിലാക്കണം. അതാ പറഞ്ഞത്. നമുക്ക് ഖുർആനും ഹദീസ് നോക്കിയിട്ട്, നമുക്ക് ഖുർആനും ഹദീസ്, നമ്മളെ പോലത്തെ ആളുകൾക്ക് ഖുർആനും ഹദീസ് നോക്കി ഇന്നത് ഹറാമാണെന്ന് ഇന്നത് ഹലാലാണെന്ന് പറയാൻ എങ്ങനെ കഴിയ? സുഹൃത്തുക്കളെ, ഞാൻ ചോദിക്കട്ടെ, വ്യഭിചാരം ഹറാമാണെന്നുള്ള ആയത്ത് കൊണ്ടുവരട്ടെ. വ്യഭിചാരം ഹറാമാണെന്നുള്ള ആയത്ത് കൊണ്ടുവരട്ടെ. കൊണ്ടുവരാൻ കഴിയൂല. ഹറാമാന്ന് കൊണ്ടുവരാൻ കഴിയൂല. ആയത്തോതോ വലാത്ത വ്യഭിചാരത്തിലേക്ക് അടുക്കരുതെന്ന് കാണാം. അവിടെ ഹറാമെന്നുണ്ടോ? ഹറാമെന്ന് അവിടെ കിട്ടുമോ? അതൊക്കെ ചർച്ച ചെയ്യാനാണ് അർഹതപ്പെട്ട പണ്ഡിതം. അതാണ് ഉലമാഉൽ ഉസൂൽ എന്ന് പറയുന്നത്. മനസ്സിലല്ലേ? അതാണ് ഉസൂലിന്റെ ഉലമാക്കൾക്കാണ് അത് അർഹതയുള്ളത്. അവർക്കറിയാം ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ, ഒരു സംഗതി വന്നു കഴിഞ്ഞാൽ അത് നിർബന്ധത്തിനാണോ, അതല്ല അത് സുന്നത്തിനാണോ, അല്ല ഒരു നിരോധം വന്നു കഴിഞ്ഞാൽ അത് ഹറാമിനാണോ, അതല്ല അത് കറാഹത്തിനാണോ എന്ന് തീരുമാനിക്കാൻ മാത്രം ഭാഷാപരവും അതിന്റെ ഗ്രാമർപരമായിട്ട് 10-12 17ഓളം ഫന്നുകൾ നല്ല നൈപുണ്യം നേടിയ, നല്ല വൈദഗ്ധത നേടിയ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പോലായിരിക്കുന്ന ഉലമാക്കൾക്ക് മാത്രമേ അതിനൊക്കെ സാധ്യമാവുകയുള്ളൂ. സാധാരണക്കാരായിരിക്കുന്ന ആളുകൾ നേരിട്ട് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും
മതവിധി കണ്ടെത്താൻ ശ്രമിച്ചാൽ ആരെപ്പോലെയാകും? സമുദ്രത്തിൽ കൂടി ഊളിയിട്ട് നീന്തിക്കൊണ്ടിരിക്കുന്നതായ മത്സ്യം പിടിക്കാൻ വേണ്ടി കടലിന്റെ ഒത്ത കടലിലേക്ക് ചാടിയ പൂച്ചയെ പോലെയാകും. മനസ്സിലായില്ലേ? നേരിട്ട് പിടിച്ച് ഏതെങ്കിലും കശവം പോയിട്ട് പിടിച്ചു കൊണ്ടുവന്ന മത്തി ഒന്ന് ഇട്ട് കൊടുത്താൽ പൂച്ചക്ക് തിന്ന. അതല്ലാതെ മൂപ്പര് നേരിട്ട് എനിക്കിപ്പോൾ ഓരോ തക്രീർ ചെയ്യാനാവില്ല. ഈ കശവന്മാരെയും മീൻപിടുത്തക്കാരെയും പൂസലന്മാരെയും തക്രീർ ചെയ്യാനാവില്ല എന്ന് പറഞ്ഞ് പൂച്ച കരുതിയിട്ട് മൂപ്പര് നേരെ ഈ കടലിലേക്ക് അങ്ങ് ചാടിയാൽ എന്താകും? പൂച്ചക്ക് മീൻ കിട്ടൂല, പൂച്ച അവിടെ കിടന്ന് ചാവും. മനസ്സിലായില്ലേ? കിട്ടാൻ പണിയാണ്. അപ്പൊ നമുക്ക് സാധാരണക്കാര ആളുകൾക്ക് ഖുർആനും ഹദീസും നോക്കിയിട്ട് ഒരു മതവിധി കണ്ടെത്താൻ സാധ്യമല്ല എന്ന് പറയുന്നതിന് കാരണം എന്താണ്? ഒരു സംഗതി ഹറാമാണെന്നോ, ഒരു സംഗതി ഹലാലാണെന്നോ, ഒരു സംഗതി സുന്നത്താണെന്നോ, അത് ഫർളാണെന്നോ തീരുമാനിക്കാൻ അതിന് കഴിവുള്ള ആളുകൾക്ക് മാത്രമേ സാധ്യം. ഈ കാര്യങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ? തീർച്ചയായിട്ടും ബോധ്യപ്പെടണം. ഇതാണ് നമ്മൾ പറയുന്നത്. നമുക്ക് എന്ത് മാർഗ്ഗമുള്ളൂ? തഖ്ലീദിന് മാത്രമേ നമുക്ക് യോഗ്യതയുള്ളൂ. നമുക്ക് നേരിട്ട് ഖുർആൻ ഹദീസ് നോക്കിയിട്ട് ഒരു കാര്യം ഹറാമാണെന്നും ഹലാലാണെന്നും ഉദാഹരണം പറയാ. ഇപ്പം പിന്നെ സ്ത്രീധനം ഹറാമാണെന്ന് പറയും. സ്ത്രീധനം പ്രോത്സാഹിപ്പിക്കുന്നില്ല, അത് നിരുത്സാഹപ്പെടുത്തേണ്ട എന്ന രീതിയിലല്ല. അപ്പൊ എന്തായി? അള്ളാഹു ഒരു സംഗതി തേടുക എന്ന് പറയുന്നത് അത് നിർബന്ധമായിരിക്കുന്ന തേട്ടമായിരിക്കും. ഒക്കെ ഖവായിദുൽ ഇസ്ലാമിൽ ഹംസി, ഇസ്ലാമിന്റെ 5 ഖവായിദുകളെ പോലെ ആണെന്ന് പറയാൻ ഒരു വിധി പറയാൻ നമുക്ക് എങ്ങനെ സാധിക്കും? അതിനെപ്പറ്റി അത് ഹറാമാണെന്ന് പറയാം. അള്ളാഹു തആല എന്താണ് നമ്മൾ പറഞ്ഞത്? ഹറാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹറാം എന്ന് പറഞ്ഞാൽ തലബുൽ കഫി അൽ ഫീൽ, ഒരു കാര്യം ചെയ്യരുത് എന്ന് തലബൻ ജാസിമൻ, നിർബന്ധമായ രീതിയിൽ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല, കർക്കശമായ വിലക്ക് വേണം. പക്ഷേ ഖുർആനിൽ ഫാത്തിഹ മുതൽ ഖുലാദു റബ്ബിനാസ് വരെ ഏതെങ്കിലും ഒരു ആയത്ത് കാണിച്ചാൽ സ്ത്രീധനം ഹറാമാണെന്ന് അറിയിക്കുന്നു എവിടെയും കാണാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ഉലമാക്കൾ പറഞ്ഞത് അങ്ങനെ ഹറാമാണെന്ന് നിങ്ങൾ ഒറ്റടിക്ക് ഹുക്മ പറയാൻ മാർഗ്ഗമില്ല. കാരണം ഖുർആനിൽ അങ്ങനെ വന്നിട്ടില്ല. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ ഭവിഷ്യത്തുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ട് പണ്ഡിതന്മാരെ തന്നെ ശക്തമായിട്ട് രംഗത്ത് വന്നിട്ട് വരണം, നിരുത്സാഹപ്പെടുത്തണം. അത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഈ സ്ത്രീധനം എടുത്ത് മാറ്റണം. അതൊക്കെ ആവശ്യമാണ്. പക്ഷേ ഹറാമാണ് എന്നുള്ള വിധി പറയാം നമുക്ക്. അതുപോലെ തന്നെ ഇപ്പം മൗലവിമാർ പറഞ്ഞ വേറെ വിഷയമുണ്ട്. എന്താണ് വിഷയം? പറയുന്ന വിഷയം പിന്നെ യാ ഇബാദല്ലാഹി ഐനൂനി എന്നത് വിളിക്കൽ ഹറാമാണ്. മരുഭൂമിയിൽ വെച്ചുകൊണ്ട് ജിന്നിനെ വിളിക്കൽ എന്താകുന്നു? വിജനമായ സ്ഥലത്ത് വെച്ചുകൊണ്ട് ജിന്നിനെ വിളിക്കൽ ഹറാമാണ്. എന്തുകൊണ്ട്? അത് വസീലത്തുന്റെ ശിർക്കാണ്, ശിർക്കിലേക്കുള്ള വസീലയാണ്. അതുകൊണ്ട് അത് ഹറാമാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു സംഗതി ഹറാമാണെന്ന് ഒരു ശറഈ ഹുക്ം പറയണമെങ്കിൽ, ഒരു സംഗതി ഹറാമാണ് എന്നുള്ള ഒരു ശറഈ ആയിരിക്കുന്ന വിധി പറയണമെങ്കിൽ അതെന്ത് വേണം? കർക്കശമായിരിക്കുന്ന, അത് ചെയ്യാൻ പാടില്ല എന്ന് അറിയിക്കുന്ന ഒരു തെളിവ് വേണം. ഖുർആനിൽ കാണിക്കട്ടെ. വിജനമായ സ്ഥലത്ത് വെച്ചുകൊണ്ട് ജിന്നിനെ വിളിച്ചാൽ അത് ഹറാമാകുമെന്നുള്ള കർക്കശമായ ഒരു വിധി കാണിച്ചു തരട്ടെ. എവിടെ കാണിക്കാൻ പറ്റും? ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ കാണിക്കാൻ പറ്റുമോ? പറ്റില്ല. ഹദീസിൽ കാണിക്കാൻ പറ്റുമോ? പറ്റില്ല. പിന്നെ എങ്ങനെ, ഏത് അടിസ്ഥാനത്തിൽ ഹറാമാണെന്ന് പറയുന്നത്? ഏത് അടിസ്ഥാനത്തിലാണ് ജിന്നിനെ ഒരു വിജന സ്ഥലത്ത് വെച്ചുകൊണ്ട് ജിന്നിനെ വിളിക്കുക, ജിന്നിനോട് സഹായം തേടുക എന്നുള്ളത് ഹറാമാണെന്ന് ഈ മൗലവിമാര് എങ്ങനെ വിധിക്കും? ഇതിന്റെ പേരാണ്. അപ്പൊ ദീനിലില്ലാത്തൊരു സംഗതി എന്ത് ചെയ്യുക? ഹറാമല്ലാത്തൊരു സംഗതി ഹറാമാണെന്ന് പറയുന്നത് ആരുടെ സമ്പ്രദായമാകുന്നു? ജൂത ക്രിസ്ത്യാനികളുടെ. ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ്. അതാ പറഞ്ഞത്. അവരുടെ പിന്നെ ഉലമാക്കളെയും അവരുടെ പാതിരിമാരെയും അതുപോലെ അവരുടെ ബിഷപ്പുമാരുടെയും മതനേതാക്കളൊക്കെ അവർ റബ്ബാക്കി. എങ്ങനെയാണ് റബ്ബാക്കൽ? ഇവിടെ ഇങ്ങനെ ഓരോ സംഗതി ഹറാമാണെന്ന് പറയുന്നത് അത് ഹറാമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് മൂപ്പർക്ക് അത് ഹറാമാക്കാനുള്ള അധികാരമുണ്ട്, അതിനുള്ള യോഗ്യത മൂപ്പർക്കുണ്ടെന്ന് മനസ്സിലാക്കി അങ്ങനെ വിഭജന സ്ഥലത്ത് വെച്ചുകൊണ്ട് ജിന്നിനെ വിളിക്കൽ ഹറാമാണെന്നുള്ള വിധി മൂപ്പർ പറഞ്ഞു. അത് കുറെ ആളുകൾ ഏറ്റുപാടി നടന്നാൽ അതെന്താക്കലാണ്? ഈ റബ്ബാക്കലാകുന്നു. യഥാർത്ഥത്തിൽ റബ്ബാക്കൽ അതാ റുഹ്ബാൻ എന്ന് പറഞ്ഞ ക്രിസ്തീയ പാതിരിമാരുടെ സ്വഭാവം. അപ്പൊ ഇങ്ങനെ ഒരു ഹറാമില്ല ഖുർആനിൽ ഹദീസിൽ കാണിക്കാൻ സാധ്യമല്ല. ഒരു സംഗതി ഹറാമാണെന്ന് പറയുന്നത് വ്യക്തമായ തലബുൽ കഫ് വേണം. അനിൽ ഫീൽ തലബൻ ജാസിമായിരിക്കുന്ന തലബ് നിർബന്ധമായി ചെയ്യാൻ പാടില്ല എന്നുള്ള വ്യക്തമായത് വേണം. അപ്പൊ നമ്മൾ സംഗതി എന്താണ്? ഹറാമാണ്. ഹറാം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായി. പിന്നെ അടുത്തത് ഒരു കറാഹത്തോ കേട്ടോളി. എന്താ കറാഹത്ത് എന്ന് പറഞ്ഞാൽ? അതെ, ഇൻഷാ അല്ലാഹ് ഇനി അടുത്തേക്ക് കടക്കുന്നില്ല.